ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ റഹ്മത്ത് അക്കാദമിക് കൗൺസിലറാണ്. വിൻബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിന്റെ പുതിയൊരു ചാപ്റ്ററിലോട്ട് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കറിയാം, ഓരോ ദിവസവും നമ്മൾ വ്യത്യസ്തമായ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയും പഠിച്ചുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. പുതിയ അറിവുകളും മറ്റു പഠിച്ചുകൊണ്ടേയിരിക്കണം. സോ അത്തരത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വ്യത്യസ്തമായിട്ടുള്ള അറിവുകളാണ് വെബിനാറുകളിലൂടെയും വർക്ക്ഷോപ്പുകളിലൂടെയൊക്കെയായി വിൻബിളിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുന്നത് കാണുന്ന ഒരുപാട് സന്തോഷം. നിങ്ങൾ എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യാണ്. സോ അത്തരത്തിൽ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ഇമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ലൈഫില്, നമ്മുടെയൊക്കെ ഈ തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിൽ സ്ട്രെസ്, ടെൻഷന്, നെഗറ്റീവ് തോട്ട്സ്, ഇമോഷണൽ പ്രഷർ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് നോർമലാണ്. എന്നാൽ ഇത്തരം ഒരു സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സ് തളരാതെ നല്ല കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു ശക്തിയാണ് നമ്മൾ പലപ്പോഴും സൈക്കോളജിക്കൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ നോർമൽ ബോഡിക്ക് നമ്മൾ അസുഖങ്ങളൊക്കെ വരുന്നതിന് പ്രതിരോധിക്കാൻ ഇമ്മ്യൂണിറ്റി ആവശ്യമുള്ളത് പോലെ തന്നെ നമ്മുടെ മനസ്സിനും ചലഞ്ചസ് നേരിടാൻ നമുക്കൊരു ഇമോഷണൽ സ്ട്രെങ്ത് ആവശ്യമുണ്ട്. ഈ ഒരു വെബിനാറിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ സ്ട്രെസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അതുപോലെ നെഗറ്റീവ് ഇമോഷൻസ് എങ്ങനെ മാനേജ് ചെയ്യാം, മെന്റലി സ്ട്രോങ് ആകാൻ വേണ്ട ഹാബിറ്റ്സ് എന്തൊക്കെയാണ്, ഇമോഷണൽ ബാലൻസ് നിലനിർത്താനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ്. സോ നമ്മുടെ ഒരു മൈൻഡ് കാമാക്കുന്ന, നമ്മെ ഒന്ന് കോൺഫിഡന്റ് ആക്കുന്ന, നമ്മുടെ ഒരു ഇമോഷണലി ഹെൽത്തി ആക്കുന്ന ഒരു സെഷൻ തന്നെയാണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെഷൻ ലീഡ് ചെയ്യുന്നത് പ്രശാന്ത് സാറാണ്. സാർ ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, മൈൻഡ് ആൻഡ് ന്യൂട്രീഷൻ കോച്ചാണ്. വിൻബിൾ അക്കാദമിയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളും വർക്ക്ഷോപ്പുകളും സാർ നടത്തി വരുന്നുണ്ട്. സൈക്കോളജിക്കൽ ന്യൂട്രീഷൻ, ഹിപ്നോതെറാപ്പി, മെന്റലിസം തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ സാറാണ് ലീഡ് ചെയ്യുന്നത്. സാറിന്റെ തന്നെ ഹിപ്നോതെറാപ്പിയുടെ 3rd ബാച്ച് നാളെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൂടാതെ ആഴ്ചയിൽ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ സാർ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള വെബിനാറുകളും നടന്നിരുന്നു. സോ ഒരിക്കൽ കൂടി പ്ലാറ്റ്ഫോമിലെത്തി എല്ലാവരെയും നമ്മുടെ വെബിനാറിലോട്ട് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ സെഷൻ മനോഹരമായി ലീഡ് ചെയ്യുന്നതിന് വേണ്ടി പ്രശാന്ത് സാർ ഏറെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ, മാം. ഓഡിബിൾ. ഓക്കെ ഓക്കെ, താങ്ക്സ്. അപ്പോ ഇന്നിവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നമ്മുടെ ഈ ഒരു ചെറിയ ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് പ്രശാന്ത് എന്നാണ്. എൻ്റെ PG എന്ന് പറയുന്നത് സൈക്കോളജിയാണ്. സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് കൗൺസിലിംഗ് ആണ്. അതോടൊപ്പം തന്നെ ഹിപ്നോ തെറാപ്പി, മെന്റലിസം, അനവധി ചെറിയ കോഴ്സുകളൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുതിയൊരു സബ്ജക്റ്റ് ആണ്, ഒരു ടോപ്പിക്കാണ്. ഈ സമകാലീന കാലഘട്ടത്തില് നമ്മുടെ സൈക്കോളജിസ്റ്റുകൾ അറിഞ്ഞിരിക്കേണ്ട ചില പുതുമയേറിയ ടോപ്പിക്സ് ഉണ്ട്. നമ്മൾ ഓരോ അടി മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് ഓരോ മേഖലകളെ പറ്റിയിട്ടുള്ള അപ്ഡേഷൻസ് അത്യാവശ്യമാണ്. അത്തരത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് സൈക്കോളജിക്കൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നമ്മൾ വിംബിളില് ഇതിനു മുമ്പ് സൈക്കോളജിക്കൽ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ലാസ് നടത്തുകയുണ്ടായി. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അതോടൊത്ത് പോകാൻ പറ്റുന്ന ഒരു ക്ലാസ് ആണ് സൈക്കോളജിക്കൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഇമ്മ്യൂണിറ്റി എന്നതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്? നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട് അല്ലെ? അതായത് പുറമേ നിന്നുള്ള രോഗാണുക്കള് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ശരീരം അതിനെ പ്രതിരോധം സൃഷ്ടിക്കുന്ന ആ ഒരു പ്രക്രിയക്ക് അല്ലെ നമുക്ക് എന്ത് വിളിക്കാം? ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനം എന്ന് വിളിക്കാം. സോ അത്തരത്തിലുള്ള ഒരു പ്രതിരോധ സംവിധാനത്തിന് ഒരു എക്സാമ്പിൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ, അതല്ല നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു കമ്പൈൻഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതിരോധ സംവിധാനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും എന്തെങ്കിലും എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഓക്കെ, നമുക്ക് പനി വരുന്നുണ്ട് അല്ലെ? നമ്മുടെ ശരീരത്തില് ഫീവർ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് ശരീരത്തില്? എന്തുകൊണ്ടാണ് ആ ചൂടുണ്ടാവുന്നത്? ആരെങ്കിലും ഒരാൾ മൈക്ക് ഓൺ ചെയ്ത് പറയാമോ? എന്തുകൊണ്ടാണ് നമുക്ക് ടെമ്പറേച്ചർ ഉണ്ടാകുന്നത്?
എന്തുകൊണ്ടായിരിക്കും? ഇമ്മ്യൂണിറ്റി കുറയുന്നു സർ. ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴോ? നോക്കാം നമുക്ക്. പനി, എനിവേ മൈക്ക് ഓൺ ചെയ്തതിന് നന്ദി. പനി ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തില് പുറമേ നിന്നുള്ള ഒരു ആന്റിജൻ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ ഒരു രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ രോഗാണു എന്താണെന്ന് നമുക്ക് ശരീരത്തിന് അറിയത്തില്ല. അതിന്റെ സ്വഭാവം വെച്ചുകൊണ്ട് ശരീരം അതിനെതിരെ പ്രതിരോധ മാർഗം സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ ആന്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുന്നു. ആന്റിബോഡീസ് എന്ന് വെച്ചാൽ ചെറുക്കുന്നതിനുള്ള കുറച്ച് രൂപ സംവിധാനങ്ങളോട് കൂടിയിട്ട് ഉണ്ടാക്കുന്നു. അത് ഇവരുമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. ഈ സമയത്ത് ശരീരത്തിലെ ബ്രെയിനിലെ ഹൈപ്പോതലാമസിൽ നിന്നും ശരീരം തന്നെ ഒരു സ്വമേധയാ ഒരു ചൂട് വർദ്ധിപ്പിക്കുന്നു. എന്തിനാ വർദ്ധിപ്പിക്കുന്നത്? എന്നെ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? എന്റെ വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അത് പറഞ്ഞില്ലല്ലോ. കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ നമ്മുടെ ശരീരത്തില് ഒരു എന്താണ് ടെമ്പറേച്ചർ കൂടുന്നത്. എങ്ങനെ കൂടുന്നത്? നമ്മുടെ ഹൈപ്പോതലാമസ് ഒരു ശരീരത്തിന് കുറച്ച് ചൂട് പിടിപ്പിക്കുന്നു. അപ്പൊ നമ്മുടെ സാധാരണ ശരീര ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്, അല്ലെങ്കിൽ 36 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ചൂട് എന്ന് പറയുന്നത്. ഈ ചൂടില് നമുക്ക് രോഗാണുവിനെ കത്തിച്ച് കളയാനായിട്ട് സാധിക്കില്ല, രോഗാണുവിനെ നശിപ്പിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ ശരീരം എന്ത് ചെയ്യും? കുറച്ച് ടെമ്പറേച്ചർ റേസ് ചെയ്യിപ്പിക്കും. നമ്മൾ എന്ത് ചെയ്യും? പോയിട്ട് ഈ ടെമ്പറേച്ചറെ കുറയ്ക്കാനായിട്ട് നമ്മൾ ഗുളിക വാങ്ങി കഴിക്കും, അല്ലെ? നമ്മൾ തൊട്ടടുത്ത മെഡിക്കൽ ഷോപ്പിൽ പോയി പാരസെറ്റമോൾ പോലെയുള്ള ടാബ്ലറ്റ്സ് എടുത്ത് നമ്മൾ ആ പനിയെ അങ്ങ് ശമിപ്പിക്കും. അപ്പൊ തീർച്ചയായിട്ടും ആ പനിയെ അങ്ങനെ ശമിപ്പിക്കേണ്ടതല്ല, ഒരു വൈദ്യ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് കുറയ്ക്കേണ്ടതാണ്. ഇതുപോലെയുള്ള ഒരു രോഗാണുവാണ് നമ്മുടെ സൈക്കോളജിയിലും ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ മാനസിക തലത്തിൽ ഉണ്ടാകുന്ന കുറച്ച് രോഗാണുക്കളുണ്ട്. അവിടെ നമ്മൾ സ്വയമേ അതിന് മരുന്ന് കഴിച്ച് ശമിപ്പിക്കാതെ ഒരു സൈക്കോളജിസ്റ്റിന്റെയോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിന്റെയോ സേവനം എടുത്തുകൊണ്ട് അതിന് വേണ്ട മരുന്നുകളാണെങ്കിൽ മരുന്നുകൾ. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഒരു ചുക്കിട്ട എന്തെങ്കിലും ഒരു കഷായം കഴിച്ചാൽ നമുക്ക് ആ പനിയിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ചില പനികൾ, ഫോർ എക്സാമ്പിൾ നീർവീഴ്ച അല്ലെങ്കിൽ നമുക്ക് ജലദോഷം എന്നൊക്കെ പറയുന്ന പനി, അതിന് മരുന്ന് കഴിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? ആ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും അത് അതിന്റെ ഒരു സർക്കിള് അവസാനിച്ചതിന് ശേഷം അത് പുറത്തോട്ട് പോവുകയും ചെയ്യും. അപ്പൊ അതിന്റെ ആ ഒരു വരവ് അവിടെ ഹോസ്റ്റ് ചെയ്യുന്നത്, അതിനുശേഷം അത് പുറത്തോട്ട് പോകുന്നത്, അത് നോർമലി നടക്കും. അതിന് നമ്മൾ പ്രത്യേകിച്ച് മെഡിസിൻ കഴിക്കാനായിട്ട് സാധ്യത, കാരണം അത് വൈറസ് കൊണ്ടാണ് സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ചിലതരം സ്ട്രെസ് ഒക്കെ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന സ്ട്രെസ് ഉണ്ട്. പക്ഷെ ഒരു 3-4 ദിവസത്തിൽ കൂടുതലാണ് നമ്മുടെ ശരീരത്തിൽ ഈ ടെമ്പറേച്ചർ നിലനിൽക്കുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങളെ പോലും, അതിന്റെ പ്രവർത്തനങ്ങളെ പോലും ഗുരുതരമായ രീതിയിൽ ബാധിക്കും. കാരണം നമ്മുടെ ശരീരം പ്രവർത്തിക്കണമെങ്കിൽ 36 ഡിഗ്രി സെൽഷ്യസോ 98.6 ഡിഗ്രി ഫാരൻഹീറ്റിലോ നമ്മുടെ ബോഡി പ്രവർത്തിക്കുള്ളൂ. അതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് പനി എന്ന് നമ്മൾ വിളിക്കും. അതിന് താഴെ പോയാലും നമ്മൾ എന്ത് വിളിക്കും? പനി എന്ന് വിളിക്കും. അതിന് അലോപ്പതിക്കൽ ടേം എങ്ങനെയാണ്? ഹൈപ്പർ പൈറോക്സിയ ആൻഡ് ഹൈപ്പോ പൈറോക്സിയ എന്ന് വിളിക്കും. നമ്മളിവിടെ പഠിക്കുന്നതാണോ? നമ്മളിവിടെ പഠിക്കുന്ന അനാട്ടമി ഫിസിയോളജി അല്ല. നമ്മൾ പഠിക്കുന്ന എന്താണ്? മനഃശാസ്ത്രപരമായിട്ട് നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരും, അതിനെങ്ങനെയാണ് നമ്മൾ ഒരു ഇമ്മ്യൂണിറ്റി സൃഷ്ടിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പുതുമയേറിയ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്ക് മുന്നോട്ട് പോവാം, അല്ലെ? ഓക്കെ. അപ്പൊ സൈക്കോളജിക്കൽ ന്യൂട്രീഷൻ നമുക്ക് അത് ആദ്യം പറയണമെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും അതുപോലെ തന്നെ നമുക്ക് നിരാശകളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകും, അല്ലെ? അപ്പൊ ഈ സ്ട്രെസ് ഇല്ലാത്ത ജീവിതം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ഒന്നല്ല നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത്. കാര്യം എന്താണ്? സ്ട്രെസ് എന്ന് പറയുന്നത് യൂസ്ട്രെസ് ആൻഡ് ഡിസ്ട്രെസ്, രണ്ട് ടൈപ്പ് സ്ട്രെസ് ഉണ്ട് നമുക്കറിയാം, അല്ലെ? അല്ല, യൂസ്ട്രെസ് എന്ന് പറയുന്നത് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഘടകമാണ്, പ്രേരക ശക്തിയാണ്. ഈ യൂസ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സാം നാളെയായി, ആ എക്സാമിന് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ നമുക്കൊരു സ്ട്രെസ് വേണം, ചെറിയ രീതിയിലൊരു സ്ട്രെസ് വേണം. പക്ഷെ നാളെ ഞാൻ എക്സാമിന് പോയി എഴുതുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ് കൊണ്ട് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഡിസ്ട്രെസ് ആണ്. അപ്പൊ നമുക്ക് ആവശ്യം യൂസ്ട്രെസ് ആണ്. പക്ഷെ ഈ സ്ട്രെസ് ഒരു പരിമിതിയിൽ കൂടുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ സ്ട്രെസ്സിനെ ഒഴിച്ചു നിർത്തല് സാധിക്കുന്ന കാര്യമല്ല. അതിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, ചില ആളുകള് വലിയ പ്രശ്നങ്ങളെ പോലും നേരിട്ട് മുന്നോട്ട് പോകുന്നു. ചില ആളുകൾക്ക് ചെറിയ പ്രശ്നങ്ങളെ പോലും അതിനെ അഭിമുഖീകരിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ മുന്നോട്ട് പോകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ചിലവർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ചിലർക്ക് പറ്റുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ചിലരുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം കുറച്ച് കൂടുതലാണ്. ചിലവർക്ക് ജസ്റ്റ് ഒരു മഴ കൊണ്ടു കഴിഞ്ഞാൽ തുമ്മലും ചീറ്റലൊക്കെ ആയി.
അല്ലെ? അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും എന്തുണ്ട്? ഒരു പ്രതിരോധ സംവിധാനമുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈക്കോളജിക്കൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ PG-യുടെ സിലബസിൽ ഇത് പഠിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും സിലബസിൽ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? യെസ് ഓർ നോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ സൈക്കോളജിക്കൽ ഇമ്മ്യൂണിറ്റി? പുതിയ ടോപ്പിക്കാണെന്ന് തോന്നുന്നുണ്ടോ? യെസ് ഓർ നോ ടൈപ്പ് ചെയ്താലും മതി കേട്ടോ, പറയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്. ഓക്കെ. അപ്പൊ ശരീരത്തിന്റെ രോഗങ്ങളെ പ്രതിരോധിക്കാൻ നമുക്കൊരു ഇമ്മ്യൂണി സിസ്റ്റം ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു സൈക്കോളജിക്കൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് PIS. എന്താണ് PISന്റെ ഫുൾ ഫോം? PIS എന്താ ഫുൾ ഫോം? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയേ. PIS എന്താണ്? PIS സൈക്കോളജിക്കൽ ഇമ്മ്യൂൺ സിസ്റ്റം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അത് ആരാണ് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായി. മോട്ടറോള എന്ന് മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഗൂഗിൾ എന്താ സാറിന്റെ പേര് സദാശിവൻ. പേര് സദാശിവൻ, വീട് തൃശ്ശൂര്. ഓ വെരി ഗുഡ്. ഞാനും തൃശ്ശൂർകാരനാണ് കേട്ടോ. ഞാനും ഓക്കെ തൃശ്ശൂർകാരനാണ്. തൃശ്ശൂർകാരനെ ഓക്കെ കണ്ടേ. ഓക്കെ ഓക്കെ. അപ്പോ ഓക്കെ. താങ്ക് യു സാർ. എന്താ സാറേ? താങ്ക് യു സാർ. അപ്പൊ PIS എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ഇമ്മ്യൂൺ സിസ്റ്റം ആണ്. അപ്പൊ അതില് നിങ്ങൾക്ക് അറിയാവോ, സ്ട്രെസ് ഇല്ലാണ്ടൊരു ലൈഫ് ഇല്ല. നമ്മൾ ചിന്തിക്കുന്നത് സ്ട്രെസ് ഒന്നും ഇല്ലാതായാൽ മതിയായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ രീതിയിലാണോ പ്രതികരിക്കുന്നത്? അല്ല. ചില പ്രതിസന്ധികൾ മറികടക്കുമ്പോൾ മറ്റു ചിലർ ആ പ്രതിസന്ധികൾ മറികടക്കാൻ പറ്റാതെ തകർന്നു വീഴുന്നു. അവരെ മറ്റു പല വഴികൾ സ്വീകരിക്കുന്നു. നമുക്ക് പറയാൻ പറ്റാത്ത വഴികൾ, ആത്മഹത്യ പോലുള്ള വഴികളിലേക്ക് അവർ മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫില് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയ പ്രശ്നം ഫേസ് ചെയ്തിട്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി, ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നം ഞാൻ ഫേസ് ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ടായിരുന്നതല്ല, പക്ഷെ ഞാൻ അതിനെ കഷ്ടപ്പെട്ട് ഞാൻ അതിനെ ഫേസ് ചെയ്തു. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഈ ക്ലാസ് ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് ഒന്ന് കൊണ്ടുവരിക. ഓക്കെ. അപ്പോ സൈക്കോളജിക്കൽ ഇമ്മ്യൂണി സിസ്റ്റം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികള്, ടെൻഷൻസ്, ഫെയിലിയേഴ്സ്, ലോസ്, ട്രോമാസ്, നെഗറ്റീവ് ഫീലിങ്സ് ഇവയെല്ലാം നേരിടാനും അതിൽ നിന്ന് തിരിച്ചു വരാൻ, റിസൈലൻസ് തിരിച്ചു വരാൻ സഹായിക്കുന്ന മാനസിക പ്രതിരോധ സംവിധാനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? PIS എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് PIS എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന സമ്മർദ്ദം, പരാജയം, നഷ്ടം, പിന്നെ വിവിധങ്ങളായിട്ടുള്ള ട്രോമാസ്, അതുപോലെ തന്നെ നമ്മളുടെ നെഗറ്റീവ് തോട്ട്സ്, ഇതിനൊക്കെ അതിൽ നിന്നൊക്കെ നമുക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു രീതിയിലുള്ള ഒരു പ്രതിരോധ സംവിധാനം നമുക്ക് കെട്ടുപിടിക്കാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്രയും കാര്യങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് സൈക്കോളജിക്കൽ immunity? Psychological immunity is the mind's ability to protect itself from emotional damage and maintain psychological well-being during adversity എന്നുള്ളതാണ് ശരിക്കും നമ്മൾ സൈക്കോളജി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എപ്രകാരമാണോ ശരീരത്തിന്റെ വൈറസ് ആക്രമണം ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ അതിൽ നിന്ന് ആന്റിബോഡീസ് എങ്ങനെയാണോ ശരീരം ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ മൈൻഡും ചില സൈക്കോളജിക്കൽ റിസോഴ്സ് ഓർ സൈക്കോളജിക്കൽ ആന്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സോ നമുക്ക് ആ പുതിയൊരു ഏരിയയിലേക്ക് കിടക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, രണ്ടാളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു. രണ്ട് വ്യക്തികൾ, ഒരുപോലെ ഇരിക്കുന്ന രണ്ട് വ്യക്തികളാണ്. അതിൽ രണ്ടാളുകൾക്കും ഒരുപോലെ തന്നെ ജോലി നഷ്ടപ്പെട്ടു. അതിൽ ഒരു വ്യക്തിയുടെ പേര് A, മറ്റൊരു വ്യക്തിയുടെ പേര് B എന്ന് നിങ്ങൾ വിചാരിക്കുക. അതില് ആദ്യത്തെ A എന്ന് പറയുന്ന ആള് ചിന്തിക്കുകയാണ്, എന്റെ ലൈഫ് അവസാനിച്ചു, എന്റെ ലൈഫ് ഇവിടെ കൊണ്ട് തീർന്നു, എനിക്ക് ഇനി ഒരു ജീവിതം ഇല്ല, മുന്നോട്ടില്ല. B ചിന്തിക്കുന്ന എന്താണ്? ഇതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ടാസ്ക് ആണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭാര്യയ്ക്കും കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കാനോ അവർക്ക് വേണ്ട കാര്യങ്ങൾ മേടിക്കാനോ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പൊ ഇതൊരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആണ്. പക്ഷെ ഇനിയും ചില അവസരങ്ങൾ എന്റെ ലൈഫിൽ ഉണ്ടാകും. ലൈഫിൽ ഒരു പരാജയം മാത്രമല്ല ഉള്ളത്. എപ്പോഴും നിങ്ങൾ ചിന്തിച്ചോ, പണ്ടുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ടുള്ളതാണ്, ഒരു വലിയ വിജയം വന്നു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷിക്കേണ്ട. കാരണം അതിന് തൊട്ടു പുറകെ ചില ദുഃഖങ്ങൾ നമ്മളെ തേടി വരുന്നുണ്ട്. വലിയ ദുഃഖങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാം. കാരണം എന്തുകൊണ്ടാണ്? ഒരു ചെറിയല്ല, ഒരു വലിയ വിജയം നമ്മളെ കാത്തിരിപ്പുണ്ട്. സോ നമ്മൾ സന്തോഷിക്കുക, എന്റെ ടാസ്ക് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്.
ഞാൻ ഇനി നന്നാവാൻ പോവുകയാണ്. ഇങ്ങനെ ഒന്ന് ചിന്തിച്ചൂടെ? അതായത് സന്തോഷങ്ങളിൽ നമ്മൾ കൂടുതൽ സന്തോഷിക്കാതിരിക്കുകയും ദുഃഖത്തിൽ കൂടുതൽ ദുഃഖിക്കാതിരിക്കുകയും ചെയ്യുക. അത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു കയറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഇത് വന്നിരിക്കും. അത് പ്രപഞ്ച നിയമമാണ്, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ആ രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കുക. ആ രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ശാന്തമാവുമെന്ന് കാണാൻ പറ്റും. നമുക്ക് അതിലേക്ക് കൂടുതൽ കൂടുതൽ പുതിയ ഏരിയകൾ കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഓരോ ആളുകളിലും സൈക്കോളജിക്കൽ ഇമ്മ്യൂണിറ്റി ലെവൽ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ സൈക്കോളജിക്കൽ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആളുകളിൽ അത് ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഈ സൈക്കോളജിക്കൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പ്രധാനമായിട്ടും 3 സബ് സിസ്റ്റംസ് ഉണ്ട്. 3 സബ് സിസ്റ്റം ഉണ്ട്. എന്താണ് 3 സബ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതിൽ ആദ്യത്തേത് ABS. നിങ്ങൾ നോട്ട് എഴുതുന്നുണ്ടോ? എന്തെങ്കിലും എഴുതി വെക്കുന്നുണ്ടോ? ഉണ്ടോ? അത് വെറുതെ കേട്ടിട്ട് ഇതിലൂടെ വിടണോ? ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് 2 കാരണമുണ്ട്. ഒന്ന്, ഞാൻ റേഞ്ചില്ലാത്തൊരു സ്ഥലത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കില്ല എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഒരു പ്രതികരണം ചോദിക്കുന്നത്. അപ്പൊ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ആരെങ്കിലും മൈക്രോൺ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ സബ്സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആദ്യത്തത് ABS. ഓർക്ക് വളരെ ഈസിയാണ് ABS. അതെന്താണ് ABS എന്ന് പറഞ്ഞാല്? A for അപ്രോച്ച്, B for ബിലീവ് ആൻഡ് S for സബ്സിസ്റ്റം. അതൊരൊറ്റ വേർഡായിട്ട് പറഞ്ഞാൽ മതി. അതായത് അപ്രോച്ച്, ബിലീവ്, സബ്സിസ്റ്റം. അതാണ് ആദ്യത്തെ എന്ത് PISന്റെ സബ്സിസ്റ്റം. ഓക്കെ, അതെന്താ നമുക്ക് നോക്കിയാലോ? അപ്രോച്ച്, ബിലീവ്, സബ്സിസ്റ്റം എന്ന് വെച്ചാല് വ്യക്തികൾ എങ്ങനെയാണ് ഒരു സാഹചര്യത്തെ കാണുന്നത്. അതായത് നമുക്ക് എന്താ സംഭവിക്കുക? നമ്മൾ പഠിച്ചിട്ടില്ലേ സൈക്കോളജിയിൽ ഇങ്ങനെ ഒരു സാധനം പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഒരു ബിഹേവിയർ, ഒരു ആക്ഷൻ എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത്? ഒരു ഒബ്ജക്റ്റിൽ നിന്ന് നമുക്കൊരു ബിഹേവിയർ ഫോം ചെയ്യും. ആ ബിഹേവിയറിൽ നിന്ന് ഒരു ആക്ഷൻസ് ഫോം ചെയ്യും. അതുപോലെ തന്നെ വ്യക്തിയുടെ സാഹചര്യങ്ങളെ എങ്ങനെയാണ് ഓരോ വ്യക്തികൾ കാണുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് എന്റെ അപ്രോച്ച് ആയിരിക്കത്തില്ല നിങ്ങളുടെ അപ്രോച്ച്, അല്ലെ? ഡിഫറെന്റ് അപ്രോച്ച് ആയിരിക്കും. ഒരാൾ നമ്മളെ വഴക്ക് പറഞ്ഞു. സോ നമ്മുടെ അപ്രോച്ച് ആണ് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെ ഫോം ചെയ്യിപ്പിക്കുന്നത്. ഈ ബിലീഫ് സബ് സിസ്റ്റത്തിലാണ് നമ്മുടെ ആക്ഷൻസ് ഫോം ചെയ്യുന്നത്. അതാണ് നമ്മുടെ ലൈഫിന്റെ ആ സിറ്റുവേഷൻസിനെ ഫോം ചെയ്യുന്നത്. സോ അപ്പൊ അതിലത്തെ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? 1, പോസിറ്റീവ് തിങ്കിങ്. 2, ഓപ്റ്റിമിസം. 3, സെൻസ് ഓഫ് മീനിങ്. 4, സെൻസ് ഓഫ് കൺട്രോൾ. ഇതൊരു വലിയൊരു ഏരിയ ആണ് കേട്ടോ. വളരെ വിശദമായിട്ട് 2-3 അവേഴ്സ് എടുത്ത് തീർക്കാവുന്ന ഒരു ഏരിയ ആണ്. സോ ഇത് നമുക്ക് ക്ലയൻസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു തെറാപ്പി സെഷൻ കൂടി ആയിട്ട് നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന ഒരാൾക്ക് ആന്റിബയോട്ടിക്സിൽ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത് പോലെയുള്ള ഒരു നല്ല രസകരമായിട്ടുള്ള ഒരു ആന്റിബയോട്ടിക്സ് ആണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പോസിറ്റീവ് തിങ്കിങ് ഉണ്ടായിരിക്കണം. നമ്മൾ എല്ലാ കാര്യത്തിനും ഒരു ഓപ്റ്റിമൈസ് ചെയ്തിട്ട് ചിന്തിക്കുക. അതായത് നമുക്കൊരു കാര്യം വരുന്ന സമയത്ത് ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ പ്രതികരണം ഉണ്ടാക്കാൻ പാടും. കാരണം അതിൽ നിന്ന് നമ്മുടെ ആ ഒരു അപ്രോച്ചിൽ നിന്നുണ്ടാകുന്ന ബിലീഫ് സിസ്റ്റത്തിൽ സഡൻലി നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സിവിയോറിറ്റി എന്ന് പറയുന്നത് വളരെ കൂടും. ഇത് സിവിയോറിറ്റി ഡൗൺ ആവുന്നതാണ്. സോ അപ്പൊ നമുക്ക് ഓപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള രീതിയിലേ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യാവൂ. സെൻസ് ഓഫ് മീനിങ്ങിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും എന്തിനോടും നമ്മൾ പ്രതികരിക്കാവൂ. ഓക്കെ, അതിനകത്തൊരു സെൻസ് ഓഫ് കൺട്രോൾ ഉണ്ടായിരിക്കണം, സെൻസ് ഓഫ് മീനിങ് ഉണ്ടായിരിക്കണം, സെൻസ് ഓഫ് കൺട്രോൾ. ഞാൻ എന്തിനാണ് ഇത് പ്രതികരിക്കുന്നത്? ഇത്ര അളവിൽ ഞാൻ ഇത് പ്രതികരിക്കേണ്ട കാര്യം ഇതിനകത്തുണ്ടോ? ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? അയാൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഇത്രയും കാര്യങ്ങൾ ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഒരു കാര്യത്തിനെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മൾ പ്രോബ്ലംസിനെ എങ്ങനെ ചിന്തിക്കേണ്ടത്? പ്രോബ്ലംസ് നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടേയിരിക്കും. ഈ പ്രോബ്ലംസിനെ നമ്മൾ ചിന്തിക്കേണ്ടത് പ്രോബ്ലംസ് ഒന്നും തന്നെ എന്നെ തകർക്കുന്ന വെടിയുണ്ടകളല്ല, ആയുധങ്ങളല്ല. മറിച്ച് ഓരോ പ്രോബ്ലംസും എന്റെ ലൈഫിലുള്ള ഓരോ അവസരങ്ങളായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഈ പ്രോബ്ലം എന്റെ മുന്നിൽ വന്നത് എന്തുകൊണ്ടാണ്? ഈ ലൈഫിൽ ഇനി ഇങ്ങനൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു കാര്യം വരും. സോ ഇതിൽ നിന്ന് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം? അതെല്ലാം പഠിച്ച് നെക്സ്റ്റ് ടൈം അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കാനുള്ള നമ്മുടെ ഓരോ സെക്കൻഡും, ഓരോ ലൈഫിലെ ഓരോ ഘട്ടങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഓരോ അനുഭവങ്ങളും പഠിച്ച് ക്ലിയർ ചെയ്ത് ഇങ്ങനെ എന്താ പറയാ, നമ്മൾ വളരെ ഫൈനായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തെ ഒരു സബ് സിസ്റ്റം ആണ് എന്ത്? മോണിറ്ററിങ്. MSES എന്ന് വെച്ചാൽ മോണിറ്ററിങ്, ക്രിയേറ്റിംഗ്, എക്സിക്യൂട്ടിംഗ് സബ് സിസ്റ്റം.
അതായത് മോണിറ്ററിങ്, ക്രിയേറ്റിംഗ്, എക്സിക്യൂട്ടിംഗ് സബ്സിസ്റ്റം. അതായത് ഇവിടെ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അത് നടപ്പിലാക്കുന്നുണ്ട്. മനസ്സിലായോ? മോണിറ്റർ ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക, നടപ്പിലാക്കുക. അതായത് നമ്മുടെ റിസോഴ്സുകൾ കൃത്യമായി കണ്ടെത്തുകയും ആ റിസോഴ്സുകൾ ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആ പ്രശ്നത്തിനെ ഫേസ് ചെയ്യുന്ന ഒരു എന്താ പറയാ ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള സാധനം നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല, എപ്പോഴും ഉണ്ടാവും. നിങ്ങളുടെ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു പട്ടി നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്നു, നമ്മുടെ കയ്യിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ടൊരു വടിയും കൈ പിടിച്ചിട്ടാണോ നിങ്ങൾ നടക്കാറ്? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? പട്ടി നമ്മളെ ആക്രമിക്കാൻ പോകും, നമ്മൾ എന്താ ചെയ്യുക? അതാണ് അവിടുത്തെ പ്രോബ്ലം. എന്ത് ചെയ്യുന്നു? സ്പോണ്ടേനിയസ് ആയിട്ട് ആക്ട് ചെയ്യും. നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അതിന്റെ കയ്യിൽ എന്താണ് ഉള്ളത് അത് വെച്ച് നമ്മൾ റിയാക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതായത് റിസോഴ്സ് നമ്മൾ യൂസ് ചെയ്തു അല്ലെ? ഈ സിസ്റ്റത്തിൽ ഈ MCS പറയുന്ന കാര്യം എന്താ വെച്ചാൽ, അപ്പൊ നോക്ക് അവിടെ നമ്മൾ 3 F ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഫ്ലൈറ്റ്, ഫൈറ്റ്, ഫ്രീസ്. 3 യെസ്. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ആ സിറ്റുവേഷനിൽ ചാടി രക്ഷപ്പെടുക, അവിടുന്ന് ഓടി രക്ഷപ്പെടുക. പട്ടി പുറകെ ഉണ്ടാവും, അത് വേറെ വശം. പിന്നെ രണ്ടാമത്തത് ഫൈറ്റ് ചെയ്യുക. എന്തായാലും പ്രതിസന്ധി വന്നു, ഞാൻ ഓടിപ്പോവില്ല. നമ്മളോട് ഒരാള് ആ പട്ടിയുടെ കണ്ണ്, ഞാൻ എതിർകാര്യം പരീക്ഷ നോക്കരുത് കേട്ടോ, നമ്മൾക്ക് തോന്നുകയാണ്, പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പട്ടി കടിക്കാൻ വരുന്ന ആളുകളൊക്കെ പട്ടിയോട് പേടിയുള്ളതോ പട്ടിയെ പേടിപ്പിക്കുന്ന ആൾക്കാരായിരിക്കും പൊതുവിൽ. ഒരു പട്ടി നടന്നു വരുന്ന സമയത്ത് എനിക്ക് ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ആ വ്യക്തിയെ ഞാൻ ശ്രദ്ധിക്കുന്ന കൂടി ഇല്ലാത്ത രീതിയിൽ ഞാൻ നടന്നു പോകുന്നു. അത് ചിലപ്പോൾ എന്റെ കാലുകൂടെ മുട്ടി ഇങ്ങോട്ട് നടന്നു പോകും. അതിന് നമ്മളെ ആക്രമിക്കണം എന്ന് ഒരു താല്പര്യമില്ല. അതിനെ നമ്മൾ എതിർക്കുന്ന ഒരാളാണെന്നുള്ള ഒരു സൂചന, ഹിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അറ്റാക്ക് ചെയ്യും. അപ്പൊ അതിപ്പോ നമ്മൾ ഒരു ദിവസം അതിനെ കല്ലെറിഞ്ഞിട്ടായിരിക്കും, അത് അടുത്ത ദിവസം അത് ചിലപ്പോൾ അതിന്റെ സഹപ്രവർത്തകർക്ക് മെസ്സേജ് കൊടുക്കും, ഈ വരുന്ന ആള് നിസ്സാരക്കാരനല്ല, അവ നമ്മളെ കല്ലെറിയും, ഒരു സിഗ്നൽ പാസ് ചെയ്യും, ആ എല്ലാം കൂടെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരും. സോ നമ്മളൊരു സ്മൈലൊക്കെ കൊടുക്കുന്നത് നന്നായിരിക്കില്ലേ? എന്ന് കരുതി നിങ്ങൾ നാളെ പേപ്പട്ടിയുടെ മുന്നിൽ പോയി ചാടരുത്. ഞാൻ പറയാണ്, നമുക്ക് അറിയാലോ ഒരു പട്ടിയുടെ വരവും അതിന്റെ ഭാവമൊക്കെ കാണുമ്പോൾ നമ്മൾ ഉപദ്രവിക്കാനാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയാം. സോ അവിടെ നമ്മൾ എന്താണ് നമുക്ക് തോന്നുന്ന ആ മെക്കാനിസം അവിടെ അഡോപ്റ്റ് ചെയ്യുക, ആ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് വരുന്നത്. ഇവിടെ എന്തൊക്കെ വേണം, എന്തൊക്കെ ഘടകങ്ങൾ വേണം? ഒന്ന്, സെൽഫ് എഫിക്കസി വേണം അല്ലെ? നമുക്ക് സെൽഫ് എഫിക്കസി ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്തൊക്കെ വേണം? നമുക്ക് ഒരു ഗോൾ ഉണ്ടായിരിക്കണം. പിന്നെ എന്തുണ്ടായിരിക്കണം? ക്രിയേറ്റിവിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ സ്പോണ്ടേനിയസ് ആയിട്ട് നിലവിലുള്ള ലിമിറ്റഡ് റിസോഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന, അതിനെ നല്ല രീതിയിൽ, അതിന്റെ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രിയേറ്റിവിറ്റി അവിടെ നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെയുള്ളത് നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ആണ്. അതായത് ഈ ഒരു പ്രോബ്ലത്തിന് ഏറ്റവും എളുപ്പമുള്ള രീതിയിലും ഏറ്റവും ഫാസ്റ്റ് ആയിട്ടും സോൾവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് നമുക്ക് എന്ത് പറയുന്നത്? പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സെക്കൻഡ് സബ് സിസ്റ്റം ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? മറുപടി പറയുന്നവരെ ഞാൻ അങ്ങനെ ചോദിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഫ്ലൈറ്റും ഫൈറ്റ് കഴിഞ്ഞിട്ടും തോട് എന്താ പറഞ്ഞേ? ഫ്ലൈറ്റ്, ഫൈറ്റ് ഒന്നും പറഞ്ഞല്ലോ. തരിച്ചു നിൽക്കുക, മരവിച്ചു പോവുക, പ്ലീസ് ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ പറയില്ലേ, അങ്ങനെയാണോ? ഇനി ഓക്കെ, ഇപ്പൊ നമുക്ക് എന്റെ മുന്നിൽ വന്നിട്ടുള്ള പട്ടി, നായ, പൂച്ച ഒന്നും അല്ല, എന്റെ മുന്നിൽ വന്ന് ജോലി നഷ്ടപ്പെടല. എന്താ ചെയ്യുക? ഞാൻ ഈ പറയുന്ന MCS വെച്ച് നമുക്ക് അതിനെങ്ങനെ കോപ്പപ്പ് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും നമുക്കതിനെ? അതിനകത്ത് 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഒന്ന്, എന്തുകൊണ്ടാണ് ഈ ജോലി നഷ്ടപ്പെട്ടതെന്നുള്ളത് നമ്മൾ ആലോചിക്കുക. നമ്മുടെ കുഴപ്പം കൊണ്ടാണോ, കമ്പനി നഷ്ടത്തിലായതുകൊണ്ടാണോ? 2 കാര്യം കൊണ്ടാണ് നമ്മളെ ജോലിയിൽ നിന്ന് പുറത്താക്കുക. ഒന്ന് നമ്മുടെ കഴിവുകേട് കൊണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒറ്റ മിനിറ്റ്. ഓക്കെ, ജോലി നഷ്ടപ്പെട്ടത് നമുക്ക് 2 കാര്യങ്ങൾ കൊണ്ടാണ് വരിക. അപ്പൊ ക്ലയന്റ് പറയാം, എന്റെ ജോലി നഷ്ടപ്പെട്ടു, എനിക്ക് അതാണ് ഒരു ബുദ്ധിമുട്ട്, എനിക്ക് ഒന്നും ഒരടി മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല, എന്റെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നെ സഹായിക്കാൻ പറ്റുക? ഒരു കൗൺസിലറിനെ എടുത്തിട്ട് അയാൾക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് അയാളെ പ്രശ്നം തീർക്കല് പോസിബിൾ ആണോ? അല്ല. അപ്പൊ നമ്മൾ അവിടെ എന്ത് കൗൺസിലിംഗ് അവർക്ക് കൊടുക്കുക?
അയാൾക്ക് എന്ത് സമാധാനം നമ്മൾ കൊടുക്കുക ഇത് വെച്ചിട്ട്? നിങ്ങൾ സൈക്കോളജിസ്റ്റ് ആണല്ലോ, എന്താ ഒരു അഭിപ്രായം പറയൂ, നിങ്ങൾ എങ്ങനെയാണ് രക്ഷിക്കുക എന്നുള്ളത്. ഒരാളൊന്ന് മൈക്ക് ഓൺ ചെയ്ത് പറയും, എന്ത് സൊല്യൂഷനാണ് കൊടുക്കുക? എന്തായിരിക്കും? അയാൾക്ക് എങ്ങനെയാണോ ഈ ജോലി ലോസ്റ്റ് ആയെന്നുള്ള തോട്ട് അയാളിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും. അയാളെ കൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യിപ്പിക്കും എങ്ങനെയാണ് ഇത് ലോസ്റ്റ് ആക്കുന്നത്. അയാൾക്ക് അതിൽ അവയർനെസ്. ക്ലയന്റിനെ കൊണ്ട് തന്നെ ക്ലയന്റിന്റെ പ്രശ്നങ്ങൾ പറയുകയും അതിനകത്തൊരു സൊല്യൂഷൻ ക്ലയന്റിനെ കൊണ്ട്, നമുക്കറിയില്ല അയാളുടെ ജോലി സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് സൈക്കോളജിസ്റ്റ് അവിടെ പോയി പഠിക്കാനായിട്ട് പോസിബിൾ ആണ്. സോ നമ്മൾ അവിടെ എന്താണ് സാഹചര്യം, അതിലെന്താണ് നിന്റെ പോരായ്മകൾ, നിനക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിന് ചെയ്യാൻ സാധിക്കുമായിരുന്നു. കമ്പനി ലോസ് ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, കമ്പനി അതിന്റെ എംപ്ലോയീസിനൊക്കെ പിരിച്ചുവിടും. ഓക്കെ, അപ്പോ ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ പുതിയ സ്കില്ലുകൾ പഠിക്കുക, അതായത് നമുക്ക് വേറൊരു മേഖലയിലേക്ക് പ്രവർത്തിക്കാൻ പോകുന്നതിന് ആവശ്യമായിട്ടുള്ള പുതിയ സ്കില്ലുകൾ പഠിക്കുക. മറ്റൊന്ന്, പുതിയ അവസരങ്ങൾ ഇനിയും തേടുക. കാരണം നമ്മൾ അവരോട് പറയുക, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അതിങ്ങനെ പരന്നു കിടക്കുകയാണ്, നമുക്ക് ഇഷ്ടം പോലെ അവസരങ്ങൾ ഉണ്ട്. ഇതല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ടുള്ള, ഇപ്പൊ നമുക്ക് അയാൾക്ക് ഏതൊക്കെ ഏരിയയിലാണ് അഭിരുചി ഉള്ളതിനെ അറിയിക്കാനായിട്ടുള്ള ഇഷ്ടം പോലെ ടെസ്റ്റുകൾ നമ്മുടെ കയ്യിൽ നിന്ന് അവൈലബിൾ ആണ് അല്ലെ. കരിയർ ഗൈഡൻസ് പോലെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ അവരുടെ ഏത് ജോബാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ സാധിക്കാന്ന് പോലെയുള്ള ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കുക. അതിനുശേഷം അവർക്ക് ഏത് മേഖലയിലേക്കാണ്, മെക്കാനിക്കൽ ആണോ, അഗ്രികൾച്ചർ ആണോ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആണോ, മറ്റേതെങ്കിലും ക്ലറിക്കൽ ആണോ, അത് ഏതാണോ അവർക്കുള്ളത് അതിലേക്ക് നോക്കി നമുക്ക് അവരെ മാർഗനിർദ്ദേശം കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിലവിലുള്ള റിസോഴ്സ് ഉപയോഗിച്ച് അതുവരെ ജീവിച്ചു പോകാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നമുക്ക് സാധിക്കും. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, മൂന്നാമത്തെ സബ്സിസ്റ്റമാണ് SRS. മൂന്നാമത്തെ സബ്സിസ്റ്റം പേരാണ് SRS. ഓക്കെ, സെൽഫ് റെഗുലേറ്റിംഗ് സബ്സിസ്റ്റം. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നോട്ട് തരാം. നോട്ട് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ഇതിന്റെ ചോദിക്കാമെന്ന് വിചാരിക്കായിരുന്നു, കാരണം കുറച്ച് സാറിന് ടൈം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് സ്പീഡിൽ പോവാണല്ലോ. അപ്പം ചിലത് ഇമ്പോർട്ടന്റ് ആയിട്ട് മാത്രമേ നോട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾ നോട്ട് ചെയ്യണം, കാരണം നിങ്ങളുടെ ഈ തമ്പ് ഇങ്ങനെ വളയുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനായിട്ടൊരു കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അത് നമ്മളിങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലേക്ക് അത് കയറും. സോ ഒരു പ്രാവശ്യം നിങ്ങൾ എഴുതി പോവുക, പേടിക്കണ്ട. അത് ഇൻകംപ്ലീറ്റഡ് ആയിരിക്കും, എനിക്കറിയാം, കാരണം ഇത് പെട്ടെന്ന് എഴുതിയെടുക്കൽ പോസിബിൾ അല്ല. ഇതൊരു ഫ്രീ വെബിനാർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അനുവദിക്കപ്പെട്ട സമയം എന്ന് പറയുന്നത് 1 hour ആണ്. അതിനുള്ളിൽ ഇത്രയും വലിയൊരു സബ്ജക്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് കംപ്രസ് ചെയ്യും. അപ്പൊ അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട, ഇതിന്റെ ഫുൾ സ്ട്രക്ചർ ഞാൻ അയച്ചു തരാം. ഞാൻ എടുക്കുന്ന ക്ലാസ് നോട്ട്, ലെക്ചർ നോട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അയച്ചു തരാം. അതിന് കുറച്ച് സമയം ആവശ്യമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്നെ ഒന്ന് കൗൺസിലറിനെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. തീർച്ചയായിട്ടും അവർ നിങ്ങൾക്കത്, എനിക്ക് നേരിട്ട് നിങ്ങൾക്ക് അയച്ചു തരാൻ സാധിക്കില്ല, അവർ നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ സെൽഫ് റെഗുലേറ്റിംഗ് സബ്സിസ്റ്റം, ഈ സെൽഫ് റെഗുലേറ്റിംഗ് സബ്സിസ്റ്റത്തിനാണ് നമ്മൾ SRS എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഏരിയ ആണ് അതിന്റെ, നമ്മുടെ PASന്റെ മൂന്നാമത്തെ ഏരിയ. ഓക്കെ, ഇവിടെ സെൽഫ് റെഗുലേറ്റിംഗ് സബ്സിസ്റ്റത്തിൽ വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കൊരു ഫാനിന്റെ റെഗുലേറ്റർ പോലെ ആ റെഗുലേറ്റർ നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് നമ്മൾ ഫാനിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യും അല്ലെ. നമുക്ക് നല്ല കാറ്റ് വേണ്ട, നമുക്ക് കുറച്ച് കാറ്റ് മതി. ചിലപ്പോൾ നമ്മൾ കൂടുതൽ ഉഷ്ണിച്ചിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നല്ല ഹോട്ട് ക്ലൈമറ്റ് ആണ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കൂടുതൽ വേഗതയിൽ ആ ഫാൻ പ്രവർത്തിക്കും. ഓക്കെ, അപ്പൊ അവിടെ നമ്മുടെ ഉഷ്ണം എന്ന് പറയുന്നത് മനസ്സിന്റെ പ്രധാനമായിട്ട് വരുന്നത് മനസ്സിലുണ്ടാകുന്ന ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി, അല്ലെങ്കിൽ ബിഹേവിയർ ചേഞ്ചസുകൾ, ഇമ്പൾസസ് വലിയൊരു ഫാക്ടറാണ് കേട്ടോ. അപ്പം പല രീതിയിലുള്ള ഇമ്പൾസസ്, ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് സെൽഫ് റെഗുലേറ്റിംഗ് സബ്സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിൽ. ഇത് അവതാളത്തിലാവുമ്പോൾ നമുക്ക് രോഗങ്ങൾ ഉണ്ടാവും. ഞാൻ ഈ പറയുന്നതൊക്കെ മനസ്സിന്റെ നല്ല കാര്യങ്ങളാണ് കേട്ടോ. അതായത് മനസ്സിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ SRS തകരാറിലാവുന്ന സമയത്ത് നമുക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ബിഹേവിയേഴ്സ് ഒക്കെ ചേഞ്ച് ആയിട്ട് പോവും. നമുക്ക് വേരിയസ് ആയിട്ടുള്ള ഇമ്പൾസസ് വരും. അപ്പൊ ഇതിലെന്തൊക്കെയാണ് പറയുന്നത്? ഇമോഷണൽ കൺട്രോളിങ് ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ഇമ്പൾസസ് കൺട്രോൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ഇറിറ്റബിലിറ്റി കൺട്രോൾസ് ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ SRS കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിലൊരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ദേഷ്യം വന്നു, നമുക്ക് പെട്ടെന്ന് ഒരാളോട് നമുക്ക് ദേഷ്യം വന്നു. ആ ദേഷ്യം വരുന്ന സമയത്ത് അയാൾ നമ്മളെന്തോ പറഞ്ഞു, നമ്മളെന്തോ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ എന്തോ ഒരു കാര്യം ഉണ്ടായി. നമ്മൾ ചെയ്യേണ്ടത് വളരെ വളരെ സൈലന്റായി നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചു നേരം, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 5 seconds നമ്മൾ ഹോൾഡ് ചെയ്യുക. അതായത് ഒന്നും പ്രതികരിക്കരുത്. എത്ര ദേഷ്യം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ നമ്മൾ 5 seconds റെസ്പോൺസിന് വേണ്ടിയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യും.
അതിനുശേഷം നമ്മൾ റെസ്പോൺസ് ചെയ്യുക. അങ്ങനെ വരുന്ന സമയത്ത് ആദ്യത്തെ ഇന്റൻസിറ്റിയുടെ അത്ര തന്നെ ഇന്റൻസിറ്റി നമുക്ക് എന്ത് വരത്തില്ല, ഇതിനകത്ത് ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്യുക. അതാണ് എക്സാമ്പിൾ. അപ്പൊ കൺട്രോളിംഗ് ആണ് പ്രധാനമായിട്ടും റെഗുലേഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നമുക്ക് പ്രധാനമായിട്ട് വരുന്നത്. ഫോർത്തിൽ വരുന്നത് സൈക്കോളജിക്കൽ, സോറി, 3 ഉള്ളൂ. നമ്മളിപ്പോ എത്ര പറഞ്ഞത്? 3 ഉള്ളൂ കേട്ടോ. 3 പോയിന്റ്സ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇതിൽ വരുന്ന മറ്റൊരു ഘടകമാണ് സെൽഫ് അവയർനെസ്. എന്താണ് സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെൽഫ് അവയർനെസ്, നിങ്ങൾക്ക് സെൽഫ് അവയർനെസ് ഉണ്ടോ? സ്വന്തമായിട്ടുള്ള ഒരു അവബോധം. എന്തിന്റെ അവബോധം? എന്തിന്റെ അവബോധം? ഞാൻ എന്നുള്ള അവബോധം. നമ്മളെ മനസ്സിന്റെ ആരോഗ്യം, നമ്മളെ ശരീരത്തിന്റെ ആരോഗ്യം, രണ്ടിനെ പറ്റിയുള്ള നമ്മുടെ ഇമോഷനെ കുറിച്ചുള്ള നമ്മളുടെ ബോധമാണ്. അത് എല്ലാം കൂടെ നിങ്ങൾ പറഞ്ഞ എല്ലാത്തിനകത്തും ശരികളുണ്ട്. സെൽഫ് ഞാൻ ആരാണെന്ന് ആദ്യം തിരിച്ചറിയാം. ഹൂ ആം ഐ അതാണ് അല്ലെ കറക്റ്റ് വേർഡ്. ഹൂ ആം ഐ, ഞാൻ ആരാണ് എന്നുള്ള തിരിച്ചറിവ്. ഈ ഞാൻ ആരാണ് എന്നുള്ള തിരിച്ചറിവാണ് ശരിക്കും നമ്മളിൽ ഉണ്ടാകേണ്ട ആദ്യത്തെ ചികിത്സ എന്ന് പറയുന്നത്. എല്ലാ മാനസിക പ്രശ്നങ്ങളിലും, എല്ലാ മെന്റൽ ഡിസോർഡേഴ്സിലും നമ്മൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ തീരാവുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളൂ. അതായത് എന്റെ പൊട്ടൻസി എനിക്ക് പലപ്പോഴും തിരിച്ചറിയുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ മറ്റൊരാളുടെ അടുത്തോട്ട് പോകുന്നത്. നമ്മൾ മറ്റൊരാളുടെ ഉപദേശം തേടാനും മറ്റൊരാളുടെ സാന്ത്വനം തേടാനും പോകുന്നത് എന്തുകൊണ്ടാണ്? എന്നെ എനിക്ക് തിരിച്ചറിയാതെ വരികയും എന്നെ എനിക്ക് സമാധാനിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ്, അല്ലെ? അപ്പൊ നമ്മുടെ അന്തരാത്മാവിനെ തിരിച്ചറിയുക. എന്തൊക്കെ അതിനകത്ത് സെൽഫ് അവയർനെസ്സിൽ വരും? അതായത് സ്വന്തം ചിന്തകള്, തോട്ട്സ് വരുന്നുണ്ട്, ഫീലിങ്സ് വരുന്നുണ്ട്, ഇമോഷൻസ് വരുന്നുണ്ട്. ഈ 3 കാര്യങ്ങളെയും നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടാകുക എന്നതാണ്. പലപ്പോഴും മെന്റൽ ഡിസോർഡേഴ്സിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സെൽഫ് അവയർനെസ്സസ് വളരെ കുറവായിട്ട് നമുക്ക് തോന്നുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഡിപ്രഷൻ ഉള്ള ഒരാളാണ് നമ്മുടെ അടുത്ത് വരുന്നത്, ആങ്സൈറ്റി ഉള്ള ഒരാളാണ് നമ്മുടെ അടുത്ത് വരുന്നത്, സ്ട്രെസ് ഫാക്ടേഴ്സ്, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എല്ലാം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ആരാണെന്ന് നമ്മൾ തെറ്റായിട്ട് ധരിച്ചു വെച്ചിട്ടുണ്ടാവും. എനിക്ക് സെൽഫ് അവയർനെസ്സസ് നല്ലോണം കൂടുതലാണെന്ന് ചിലർ പറയും. ആ അറിവ് ശരിയാകണമെന്നില്ല എന്നാണ്. അതായത് അവരുടെ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും അല്ലെങ്കിൽ അവരുടെ തോട്ട്സിനെയും ഒക്കെ അവര് ചിന്തിച്ച് വെച്ചിരിക്കുന്നത് തെറ്റായ രീതിയിലുള്ള അവബോധമാണ് എന്നുള്ളതാണ്. സോ നമ്മൾ എപ്പോഴും ക്ലയൻസിന് കൊടുക്കേണ്ടത് ഒരു ശരിയായ അവയർനെസ്സസ് ആണ്. ഓക്കെ, ഒരു ശരിയായ അവയർനെസ്സസ്. ഓക്കെ, ഒരു 1 മിനിറ്റ് വാട്ടർ ബ്രേക്ക്. 1 മിനിറ്റ് ജസ്റ്റ് നിങ്ങളൊന്ന് വെള്ളം കുടിക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാമല്ലോ അല്ലേ? അപ്പോൾ നമ്മളിപ്പോ സെൽഫ് അവയർനെസ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാന ഫാക്ടർ എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ എന്താണ് അനുഭവപ്പെടുന്നത്. അതായത് അത് ചിന്തിക്കുക. അതായത് നമ്മൾ ഇതിനെ വേണമെങ്കിൽ ഇൻസൈറ്റും ഒക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കമ്പാരിസൺ ചെയ്യാൻ പറ്റും, അല്ലെ? എന്താണ് ഇൻസൈറ്റ്? ഞാൻ ഇതുപോലെ എല്ലാ ക്ലാസ്സിലും ഇൻസൈറ്റിനെ പറ്റി പറയും. ഇൻസൈറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എടുക്കുന്ന സമയത്ത്, രോഗിയുടെ മനോനില അളക്കുന്ന സമയത്ത്, അതാണല്ലോ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ.
ആ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എടുക്കുന്ന സമയത്ത് ലാസ്റ്റ് നമ്മൾ രോഗിയുടെ ഇൻസൈറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. സോറി, ക്ലയന്റിന്റെ ഇൻസൈറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്, രോഗിയല്ല ക്ലയന്റ്. അപ്പൊ അവിടെ ക്ലയന്റിന് ഇൻസൈറ്റ് നിങ്ങൾ എഴുതി കണ്ടിട്ടുണ്ടാവും. ഇൻസൈറ്റ് 2, ഇൻസൈറ്റ് 3, ഇൻസൈറ്റ് 4, ഇൻസൈറ്റ് 5 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ? എന്താണ് ഇൻസൈറ്റ് എന്ന് പറയുന്നത്? നിങ്ങൾ എല്ലാവരും ഇപ്പൊ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഗൂഗിളിൽ തപ്പ് ചെയ്യണം അല്ലെ? പക്ഷെ നിങ്ങൾ തപ്പിനോണ്ട് വരുന്നില്ല. പ്രധാനമായിട്ടും ഒരാള് ആ, അതെ, പറഞ്ഞു. ഒരാള് ഒരു സംഭവത്തിനെ അയാളുടെ ആ ഒരു പ്രശ്നത്തിനെ എങ്ങനെ നോക്കി കാണുന്നു, അയാൾ അതിനെ റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ സ്വയം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പല ലെവൽസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനെയാണ് ഇൻസൈറ്റ് എന്ന് യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ അതിന് കറക്റ്റ് ഒരു സൈക്കോളജിയുടെ ടേമിൽ പറഞ്ഞുതരാം. ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ എസ്പെഷ്യലി ഡ്യൂറിങ് ദ സൈക്കോളജിക്കൽ അസസ്മെന്റ് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ലെവൽ ഓഫ് ഇൻസൈറ്റ്. അത് എന്താണ് ക്ലയന്റിന്റെ ഇൻസൈറ്റ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇൻസൈറ്റ് എന്ന് പറയുന്നത് MSc വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് 6 ഗ്രേഡിലായിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഗ്രേഡ് 1 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡിനയൽ ഓഫ് ഇൽനെസ്. ദാറ്റ് മീൻസ് ദ ക്ലയന്റ് കംപ്ലീറ്റ്ലി ഡിനൈങ് ദയർ ഇൽനെസ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. തനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ ഓക്കെയാണ്, എനിക്ക് യാതൊരു പ്രശ്നമില്ല, ഇയാളാണ് എന്നെ പിടിച്ച് വലിച്ച് ഇവിടെ കൊണ്ടുവന്നത്, എനിക്ക് ഒരു പ്രശ്നമില്ല, ഇവന് വല്ല ചികിത്സയും കൊടുക്കുക എന്ന് പറയുന്ന ഫസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്നതാണ് കംപ്ലീറ്റ് ഡിനയൽ ഓഫ് ഇൽനെസ്. വലിയ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇപ്പോ കലാഭവമണിയെ മാമുക്കോയെ കൊണ്ടുവരുന്ന ഒരു സീൻ ഉണ്ട് അല്ലെ? അതിൽ യഥാർത്ഥ പ്രതിയുടെ വായയില് തുണി തിരികെ വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത് അല്ല. സോറി, അത് ലാസ്റ്റ് മനസ്സിലാവുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല ക്ലയന്റ് എന്നുള്ളത് നമുക്ക് ആ സിനിമയിൽ മനസ്സിലാവുന്നുണ്ട്. സോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രേഡ് 1. ഗ്രേഡ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൈറ്റ് അവയർനെസ് ബട്ട് ഡിനേ. അവിടെ എന്ത് വരുന്നുണ്ട്? ചെറിയ രീതിയിൽ എനിക്കറിയാം, പക്ഷെ ഇല്ല, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അതൊരു ഡിഫൻസ് മെക്കാനിസം, ഒരു ആങ്സൈറ്റിയുടെ ഒരു ഡിഫൻസ് മെക്കാനിസത്തിൽ വരുന്നതാണ്. എനിക്ക് യാതൊരു പ്രശ്നമില്ല, നിങ്ങൾക്കാണ് പ്രശ്നം, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. പക്ഷെ അയാൾക്ക് ചില സമയത്ത് തോന്നും എനിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് തോന്നും. സോ ദാറ്റ് ഈസ് ഗ്രേഡ് 2. ആൻഡ് ഗ്രേഡ് 3 എന്ന് പറയുന്നത് എന്താണ്? അക്നോളജസ് ഇൽനെസ് ബട്ട് ബ്ലെയിംസ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അതായത് നിങ്ങൾ കാരണം കൊണ്ട്, നിങ്ങളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ എനിക്ക് പ്രശ്നം സ്റ്റാർട്ട് ചെയ്തു, സോ നിങ്ങളാണ് അതിന്റെ കാരണക്കാരൻ. സോ അവിടെ എനിക്ക് പ്രശ്നമുണ്ട്, പക്ഷെ കാരണം നമ്മൾ എന്ത് പറയും? ആട്രിബ്യൂട്ടിംഗ് തിയറി അല്ലെ? മറ്റൊന്നിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യും, നിങ്ങളാണ് അതിന്റെ കാരണക്കാരൻ. സോ ദാറ്റ് ഈസ് തേർഡ് ലെവൽ ഓഫ് ഇൻസൈറ്റ്. സോ ഇതിന്റെ ഫോർത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർത്തിൽ പറയണെങ്കിൽ വെച്ചാൽ കുറച്ചും കൂടെ സിവിയോറിറ്റി അതിന്റെ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അതായത് അവയർനെസ് ഓഫ് ഇൽനെസ് ബട്ട് അവർക്ക് എന്തുണ്ട്? ഒരു അൺക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇത് എന്താണ് എക്സാക്ട്ലി എനിക്കുള്ള ഈ പ്രശ്നം, പക്ഷെ എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇടയ്ക്ക് തോന്നുന്നുണ്ട് ഡോക്ടറെ, പക്ഷെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഇനി എനിക്ക് പ്രശ്നമുള്ളത് കൊണ്ടാണോ? എനിക്കൊരു കൺഫ്യൂഷൻ, അതാണ് ഞാൻ താങ്കളുടെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നേ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ എഴുതിക്കോ ഗ്രേഡ് ഗ്രേഡ് എത്രയാണ്? അപ്പൊ നമ്മൾ സൈക്കോളജി ഗ്രേഡ് 4, ഇൻസൈറ്റ് ലെവൽ ഈസ് ഗ്രേഡ് 4. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഗ്രേഡ് 5? അതായത് ഇവിടെ ക്ലയന്റിന് കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് എനിക്ക് പ്രശ്നമുണ്ടെന്ന്. പക്ഷെ ക്ലയന്റ് എന്ത് ചെയ്യും? ആ ക്ലയന്റുകൾ എങ്ങനെയായിരിക്കും? ഞാൻ എക്സാമ്പിൾ പറയാം. ഇന്നലെ എൻ്റെ അടുത്തൊരു ക്ലയന്റ് സംസാരിച്ചാണ്. ബൈപ്പോളർ ഡിസോർഡറുള്ള ഒരു ക്ലയന്റ് ആണ്. അവര് സൈക്കാട്രിക് മെഡിക്കേഷൻ എടുക്കുകയാണ്. അപ്പൊ അങ്ങനെ സുഹൃത്ത് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ അടുത്തൊരു കൗൺസിലിംഗിന് വിധേയമാകാൻ പറഞ്ഞിട്ട് അവര് എന്നെ വിളിച്ചു. അപ്പൊ ആ ലേഡി പറഞ്ഞത്, എനിക്ക് കറക്റ്റായിട്ട് ബൈപ്പോളറിന്റെ ഇഷ്യൂസ് ആണ്, പക്ഷെ സാറേ എനിക്ക് അതിന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ നിരവധി മെഡിക്കേഷൻ എടുക്കുന്നുണ്ട്, ഞാൻ എംഫാം ആണ്, ഈ മെഡിക്കേഷൻ ഒക്കെ എന്റെ ബ്രെയിനെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട് എനിക്കറിയാം, പക്ഷെ ഞാൻ ഇതിന് എങ്ങനെ രക്ഷപ്പെടും? സോ ഇന്റലക്ച്വലി അവർക്ക് എന്തുണ്ട്? ഷി ഹാസ് ദ നോളജ്. എന്തുണ്ട്? എന്തിനെ പറ്റിയിട്ടുണ്ട്? എനിക്ക് ഈ ഒരു ബൈപ്പോളാർ ഡിസോർഡർ ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം, പക്ഷെ അവരുടെ പെരുമാറ്റത്തിൽ ഒരു ചേഞ്ചസും ഇല്ല. ഓക്കെ, അങ്ങനത്തെ ക്ലയൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്നലെ കേട്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇന്റലക്ച്വൽ ഇൻസൈറ്റ്. ദെൻ സിക്സ്ത് വൺ ഈസ് സിക്സ്ത് എന്തായിരിക്കും? അതായത് വളരെ ആഴത്തില് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മനസ്സിലാക്കുന്നുണ്ട് എനിക്ക് പ്രശ്നമുണ്ട്, സോ എനിക്കത് മാറ്റണം, നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഞാനൊരു ഭ്രാന്തനാണ് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട്, എനിക്ക് എന്തൊക്കെയോ മെന്റൽ ഇഷ്യൂസുകളുണ്ട്, അത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് എന്നെ ഒന്ന് നോർമലൈസ് ചെയ്ത് കൊണ്ടുവരാൻ നിങ്ങളൊന്ന് സഹായിക്കാവൂ, ഞാൻ എത്ര പൈസ വേണമെങ്കിൽ തരാം എന്നൊക്കെ പറഞ്ഞ് ചില ക്ലയൻസ് വരും. സോ അവര് എന്തിനു വരുന്നുണ്ട്?
ഗ്രേഡ് 6 വരുന്നുണ്ട്. ഇത് നമ്മുടെ ടോപ്പിക് അല്ല. MSc പഠിപ്പിക്കുന്ന അധ്യാപകൻ നിങ്ങളെ പഠിപ്പിച്ചു തരേണ്ട ടോപ്പിക് ആയിരുന്നു. ഞാനിപ്പോ അത് ക്ലിയർ ചെയ്തു. ക്ലിയർ ആയോ? ഗ്രേഡ് 6 ക്ലിയർ ആയോ? ഇനി നിങ്ങൾ മറക്കുവോ? ഇനി ആരെങ്കിലും ചോദിക്കും, ഇല്ല. നിങ്ങൾ യെസ്. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾ പറയണം 6 ഗ്രേഡ് ഇൻസൈറ്റ് ആണുള്ളത്. ഇത് നിങ്ങൾക്ക് അയച്ചു തരാൻ സാധിക്കത്തില്ല, ആവശ്യമുണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ ആയിട്ട് എനിക്ക് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അതിന്റെ നോട്ട് PDF അയച്ചു തരാം, ഡീറ്റെയിൽ ആയിരിക്കും. ഓക്കെ. ഇനി അപ്പൊ സെൽഫ് അവയർനെസ് കഴിഞ്ഞു. അടുത്തത് ഇമോഷണൽ റെഗുലേഷൻസ്. ഇമോഷണൽ റെഗുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇമോഷണൽ റെഗുലേഷൻസ് എങ്ങനെയാ? എല്ലാവരും ധരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ വെച്ചാൽ, എന്റെ ഇമോഷൻസിനൊക്കെ ഞാൻ അടക്കി വെക്കുക. കരച്ചിൽ വന്നു കഴിഞ്ഞാൽ അടക്കി വെക്കുക, ചിരിക്കാൻ തോന്നി അടക്കി വെക്കുക, ദേഷ്യപ്പെടാൻ തോന്നി കഴിഞ്ഞാൽ അടക്കി വെക്കുക. ഇതല്ല ഇമോഷണൽ റെഗുലേഷൻസ് എന്ന് പറയുന്നത്. അത് ഇമോഷൻസിനെ അറസ്റ്റ് ചെയ്ത് വെക്കലാണ്. അതല്ല ഇമോഷണൽ റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹം ശരിക്കും നമ്മുടെ ഭാരതീയ തത്വശാസ്ത്രത്തില് ഒരു ശ്ലോകം തന്നെയുണ്ട്, വേഗാൻ നധാരയേത് ബലാൽ വേഗോദ്ധീരണ ധാരണൈ രോഗൈക കാരണം. ഒരു സാൻസ്ക്രിറ്റ് ശ്ലോകമാണ്. അഷ്ടാംഗ സൂത്രസ്ഥാനം അദ്ദേഹത്തിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ശ്ലോകത്തിന്റെ ഡെഫിനിഷൻ കാണാം. അതായത് അതെങ്ങനെ പറയണമെന്ന് വെച്ചാൽ, ഒരു തരത്തിലുമുള്ള 13 തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ തടഞ്ഞു വെക്കരുത്. അത് തടഞ്ഞു വെക്കുകയോ ബലത്താൽ പുറപ്പെടുപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു രോഗിയായി മാറും. എന്താ പറഞ്ഞേക്കണേ? തടയുമരുത്, അമിതമായിട്ട് പ്രവർത്തിക്കുമരുത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഓപ്റ്റിമൈസേഷൻ എല്ലാത്തിലും നീഡഡ് ആണ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? നമുക്കൊരു ഇമോഷൻസ് വരുന്ന സമയത്ത് നമ്മൾ അതിനാദ്യം ചെയ്യേണ്ട മെത്തേഡ് എന്താണെന്ന് അറിയുമോ? ഒരു ഇമോഷൻസ് നമുക്ക് വന്നു, ഇമോഷൻസ് എന്തോ ആയിക്കോട്ടെ, ദേഷ്യമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, ദുഃഖമായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തും ആയിക്കൊള്ളട്ടെ, ആ ഇമോഷൻസിനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമോഷൻസ്, അതിന്റെ സിവിയോറിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അത് ആദ്യം ഒന്ന് അപഗ്രഥിക്കുക. അതിന് കുറച്ച് സമയം വേണം. സത്യത്തിൽ ഇത് ഞാൻ ഇങ്ങനെ തന്നെ എക്സ്പ്രസ് ചെയ്യേണ്ടതാണോ, അല്ലെങ്കിൽ ഇതെന്റെ ലൈഫിൽ ചേഞ്ച് ചെയ്യില്ലേ, ഇത് ഇങ്ങനെ തന്നെ നിൽക്കുമോ? മറ്റൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്, ഇതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണ്ടേ? ഇനി ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇതൊരു സത്യമല്ലേ? ഒരു മരണം ഇതൊരു സത്യമായ കാര്യമല്ലേ? ജനിച്ചാൽ എല്ലാവരും മരിക്കില്ലേ? ഞാൻ ഇതിൽ കുറെ എന്റെ മാനസിക പ്രശ്നം, എന്റെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്ക് എന്ത് യൂസ് ആണ് കിട്ടുന്നത്? ഒരു യൂസും ഇല്ല. അവിടെ നമുക്കൊരു പക്വത, ഇമോഷണൽ മെച്യൂരിറ്റി നമ്മളവിടെ കീപ്പ് ചെയ്യണം, അല്ലെ? അതുകൊണ്ടാണ് ചില മരണ വീടുകളിൽ ആളുകൾ പറയുന്നത്, അവൾ എന്ത് ദുഷ്ടയാണ്, എന്താണെന്ന് വെച്ചാൽ ആ മരിച്ചു കിടന്നിട്ടും അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീഴുന്നില്ലോ, ഇവൾക്ക് ഇവനോട് സ്നേഹമൊന്നും ഉണ്ടാവുകയാണ്. തെറ്റ്. നമ്മുടെ വികലമായ കാഴ്ചപ്പാടാണ് തെറ്റ്. കാരണം അവർക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ട്, ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ട്. അത് അവർ മനസ്സിലാക്കി ചെയ്യുന്നു. സോ അണ്ടർസ്റ്റാൻഡ് ദ ഫീലിങ്സ് ആൻഡ് സിവിയോറിറ്റി ഓഫ് ദ പ്രസൻസ് ഇമോഷൻസ്. അടുത്തത് അംഗീകരിക്കുക. എന്താ അംഗീകരിക്കുക? ഇതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഇത് എനിക്കുള്ളതാണ്, ഇതെനിക്ക്. ചിലർ പറയില്ലേ, ഇത് എനിക്ക് വെച്ച പണിയാണ് എന്ന് പറഞ്ഞ പോലെ ഇതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, മനസ്സിലാക്കുക. അടുത്ത മെത്തേഡ് എന്താണ്? 3 കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. എല്ലാ ഇമോഷണൽ റെഗുലേഷൻസിനും 3 മെത്തേഡും: മനസ്സിലാക്കുക, അംഗീകരിക്കുക, യഥാർത്ഥ സിവിയോറിറ്റിയില് പ്രകടിപ്പിക്കുക. എന്താ പറഞ്ഞേ? മനസ്സിലാക്കുക, അതിനെ അംഗീകരിക്കുക, ഇതിനെ ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കുക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമോഷണൽ റെഗുലേഷൻസ്. ക്ലിയർ ആയോ? സാർ, ഒരു ഡൗട്ട് ഉണ്ട്. നമ്മളിപ്പോ ഇമോഷൻസ് ഹാവ് ടു ബി എക്സ്പ്രസ്ഡ് എന്നാണല്ലോ പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കരയാതെ നമ്മൾ പിടിച്ചു നിന്നാൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് കരച്ചിൽ വരും, എസ്പെഷ്യലി ഡെത്ത് ഒക്കെ വരുമ്പോ. അത് പിടിച്ചു വച്ചാലും പ്രശ്നമാവത്തില്ലേ? അതങ്ങനെ പറയൂല്ലോ, നമുക്കത് പ്രോബ്ലം ആയിട്ട് പിന്നീട് അത് വരും എന്നുള്ളത്. കാര്യം നമ്മളൊട്ട് കരയേണ്ട കേസ് കരഞ്ഞു പോട്ടെ, അത് കരയാതെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചാലും അത് പ്രോബ്ലം അല്ലേ? ആണ് ഞാനിതിൽ പറഞ്ഞത്. ഇപ്പൊ ഒരു നമ്മുടെ അടുത്തൊരു ബന്ധു മരിച്ചു, നമ്മൾ കരയുന്ന സ്റ്റൈൽ എങ്ങനെയാണ്? നാട്ടുകാരെ മുഴുവൻ കൽപ്പിച്ച് അയ്യോ അവൻ പോയേ എന്നെയും കൂടെ അങ്ങ് കൊണ്ടുപോയി പറയുന്ന ടൈപ്പ് കരച്ചിലുണ്ട്. വളരെ ഫീലിങ്സ് നമ്മൾ ശബ്ദമില്ലാതെയും, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, നമുക്കൊരു മിതമായ എക്സ്പ്രഷൻ ഓഫ് നമ്മുടെ കണ്ണിൽ നിന്ന് ഇച്ചിരി വെള്ളമൊക്കെ വന്ന് നമ്മുടെ ആ ഒരു ഫീലിങ്സ് കരഞ്ഞങ്ങ് തീർക്കാം. അത് വളരെ ശബ്ദത്തിലും കരഞ്ഞു തീർക്കാം, വളരെ സൈലന്റ് ആയിട്ടും കരഞ്ഞു തീർക്കാം. പക്ഷെ അവിടെ നമുക്ക് മനസ്സിന് സമാധാനം കിട്ടിയാൽ പോരെ. അപ്പൊ ആ സെൻസിൽ അത് എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കുക. അതാണ് 3ാമത്തെ പോയിന്റ്. നിങ്ങൾ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, അംഗീകരിക്കുക. അതിനുശേഷം നിങ്ങളുടെ മനസ്സ് പറയും ഈ സിവിയോറിറ്റിയിൽ അത് പ്രവർത്തിച്ചോ, അതിന് ഇത്ര സിവിയോറിറ്റി കുഴപ്പമില്ല. കാരണം ഒരു മരണമൊക്കെ ആവുമ്പോൾ ചെറിയ കരച്ചിലൊക്കെ ആവാം. ഇപ്പം ഞാൻ പറയുന്നത് തമാശ രീതിയിൽ എടുത്താൽ നാളെ എനിക്ക് വരുമ്പോൾ ഞാൻ ചിലപ്പോൾ കരയും, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്.
ആ ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കാന്നുള്ളതാണ്. ഇമോഷൻസിനെ തടഞ്ഞു വെക്കേണ്ടതല്ല. അത് ഞാൻ ഇമോഷൻ റെഗുലേഷൻസ് എന്ന് പറയുന്നത് അതിനെ അറസ്റ്റ് ചെയ്യലല്ല, അതിനെ പ്രകടിപ്പിക്കണം. പക്ഷെ അത് സമൂഹത്തിനും അല്ലെങ്കിൽ മോഡറേറ്റ് വേ ഓഫ് എക്സ്പ്രഷൻ അല്ലേ? മോഡറേറ്റ് വേ ഓഫ് എക്സ്പ്രഷൻ. സിവിയർ ഓക്കെ ലെവലും ലോ ലെവലും അല്ലാതെ ഒരു മോഡറേറ്റ് ഓപ്റ്റിമൈസ് ലെവൽ അത് എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, ഓക്കെ നെക്സ്റ്റ് ഗോട്ട് സെൽഫ് എഫിക്കസി. എന്താണ് സെൽഫ് എഫിക്കസി? ഇതൊക്കെ ഞാൻ സൈക്കോളജിയിൽ പഠിച്ചതാണ്, പക്ഷെ ഇപ്പൊ ചോദിച്ചാൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്നായിരിക്കും ചിലവർ ചിന്തിക്കുന്നുണ്ടാവുക. സെൽഫ് എഫിക്കസി നമ്മൾ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് പഠിക്കുന്നുണ്ട് അല്ലെ, റിസർച്ച് എടുക്കാൻ പറ്റാത്തൊരു, അതിനകത്ത് ഇതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് സെൽഫ് എഫിക്കസി. അതായത് ഞാൻ നിങ്ങളോട് ഇത്രയും നമ്മളിപ്പോ ഈ മനസ്സിലാക്കുക, അംഗീകരിക്കുക, ശരിയായ ലെവലിൽ നമ്മളത് പ്രകടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞത് നമ്മളെ സെൽഫ് അവയർനെസ്സിലുള്ളതല്ലേ? ഏത് അല്ല, സെൽഫ് അവയർനെസ് കഴിഞ്ഞു. ഏതാ വരുന്നേ? ഇമോഷൻ അടുത്ത പോയിന്റ് ഇമോഷൻസ് അല്ലേ? ാണ് വരുന്നത് കേട്ടോ. അത് നിങ്ങളെ പേടിക്കണ്ട. നോട്ട് വരുമ്പോ സമയത്ത് നിങ്ങൾ നോട്ട് തരുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇന്ന പോർഷന്റെ ആള് ഇന്നതാണല്ലേ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ അത് പെട്ടെന്ന് വായിച്ചു നോക്കണം. കാരണം നിങ്ങൾ അത് എടുത്തു വെച്ചുകൊണ്ട് നോട്ടാവില്ല. നിങ്ങളത് അത് ബ്രെയിനിലേക്ക് എടുക്കണം. എന്നാലേ നമ്മളത് പഠിപ്പിച്ചതും അതും കൂടെ നമുക്ക് കറക്റ്റാക്കി കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞാൽ എഫിക്കസി അല്ലെ, കാര്യക്ഷമത അല്ലെ. അതായത് എനിക്ക് ഇതിന്റെ മലയാളം നിയമമൊന്നും എനിക്കറിയില്ല, പക്ഷെ സ്വയം നമ്മളായ രീതിയിൽ എനിക്ക് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന ആ ഒരു വിശ്വാസത്തെയാണ് അതന്നെ ആത്മകാര്യക്ഷമത എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. സ്വയം പര്യാപ്തം അല്ലെ? വെരി ഗുഡ്, കറക്റ്റ്. സ്വയം പര്യാപ്തത. അതായത് എന്റെ ലെവൽ എന്ന് പറയുന്നത് അല്ല, ഈ ഒരു പെർസെന്റേജിലല്ല ഞാൻ നിൽക്കണ്ടേ. ഇപ്പൊ ഐഡിയ സ്റ്റാർ സിംഗിൾ ശരത് സാറ് പറയില്ലേ, നിങ്ങൾ പാടിയത് നിന്റെ ലെവലിൽ വെച്ചിട്ട് ഈ പാട്ട് ഇങ്ങനെയല്ല വരണ്ടേ, പക്ഷെ നീ പാടിയത് സൂപ്പറായിരുന്നു, പക്ഷെ നിന്റെ ലെവലിൽ ഇത് ഇങ്ങനെയല്ല പാടാൻ, ഞാൻ ഇങ്ങനെയല്ല എക്സ്പെക്ട് ചെയ്തത്. അപ്പൊ ഓരോ ആളുകളെ പറ്റിയിട്ടും നമുക്ക് നമ്മളിൽ തന്നെയുള്ള ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ട് അല്ലെ. അതായത് എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയാൽ പോരായിരുന്നു, ഞാൻ ഒന്നും കൂടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കാം, ഓ ഞാൻ എന്റെ മാക്സിമം ചെയ്തു, ഇത്ര എന്നെ കിട്ടുള്ളൂ, ഓക്കെ ഞാൻ ഉദ്ദേശിച്ച അത്ര എന്നെ കിട്ടി. അതും ഒരു സെൽഫ് എഫിക്കസി തന്നെയാണ് കേട്ടോ. അതിന് മുകളിലോട്ട് പോകുമ്പോൾ അത് നമുക്ക് എന്താവും, സ്ട്രെസ് ആവും. അതായത് ഇച്ചിരി കൂടെ കിട്ടുമായിരുന്നോ എന്നുള്ളതല്ല, ഇത്രേ കിട്ടുള്ളൂ, ഇതാണ് എന്റെ മാക്സിമം. പക്ഷെ അതിലെത്തുക എന്നുള്ളതാണ് ആ ഒരു നമ്മൾ പറയില്ലേ സെൽഫ് ആക്ച്വലൈസേഷൻ. എന്റെ മാക്സിമത്തില്, എന്റെ കഴിവിന്റെ മാക്സിമം ടോപ്പിലെത്തുന്ന ഒരു അവസ്ഥ അല്ലെ. എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് നമ്മൾ എന്താ പറയാ ഒരു വാനപ്രസ്ഥത്തിലേക്ക് എത്തുന്ന പോലുള്ള ഒരു അവസ്ഥയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. എന്റെ ആ സ്വയം പൂർണ്ണതയിലേക്ക് എത്തുക എന്നുള്ളതാണ് അല്ലെ. നമ്മളെല്ലാം പൂർണ്ണരാകണം. അത് തന്നെയാണ് നമ്മുടെ തത്വശാസ്ത്രം ഒക്കെ പറയുന്നത്. നിങ്ങൾ പൂർണ്ണത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനം. അല്ലാതെ ഇങ്ങനെ മടി പിടിച്ചിരുന്നിട്ട് നമുക്ക് മുന്നിലാക്കാൻ പറ്റില്ല. സോ എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസമാണ്, ആ ഒരു ബിലീഫ് സിസ്റ്റം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതായത് ഞാൻ പഠിച്ചാൽ ഞാൻ പരീക്ഷ ജയിച്ചിരിക്കും, ഞാൻ കൗൺസിലിംഗ് ചെയ്താൽ ഒരു ക്ലയന്റ് രക്ഷപ്പെട്ടിരിക്കും, അതായത് എനിക്ക് അതിനുള്ള എബിലിറ്റി ഉണ്ട് എന്നുള്ള ചിന്തയിലൂടെ നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതെല്ലാം പറയുന്നത് എന്താണ്, നമ്മുടെ ഇമ്മ്യൂണിറ്റിയിലുള്ള ഫാക്ടേഴ്സ് ആണ്. PASന്റെ ഫാക്ടേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം കുറയുന്ന സമയത്ത് ഒരു രോഗം നമ്മളിലേക്ക് പ്രകടമാകും. അതാണ് സെൽഫ് എഫിക്കസി. അടുത്തത് റിസൈലൻസ്. നിങ്ങൾ റിസൈലൻസ് എല്ലാം പഠിച്ചിട്ടുണ്ടാവും. നമ്മളെ പോസിറ്റീവ് സൈക്കോളജിയിൽ നിങ്ങൾ റിസൈലൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താ റിസൈലൻസ് അറിയോ? എല്ലാത്തിനെയും അതിജീവിച്ച് മുന്നേറുന്ന വരിക. നമ്മൾ ഒരു ആഘാതത്തിൽ പെട്ടു, നമ്മളൊരു ആക്സിഡന്റിൽ പെട്ടു, നമ്മൾ വീണു, നമ്മുടെ കാലൊടിഞ്ഞു, നമുക്ക് ബാൻഡേജ് ഇട്ടു, അതിനുശേഷം നമ്മൾ അങ്ങനെ ഞൊണ്ടി നടന്നാൽ മതിയാ? അല്ല, നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്തു, നമ്മൾ അതിനെ റീഹാബിലിറ്റൈസ് ചെയ്ത് റീഹാബിലിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചു വരുന്നു. ആ തിരിച്ചു വരവ് എന്ന് പറയുന്നത് ഒരു 1.5 വരവായിട്ട് നമ്മൾ തിരിച്ചു വരണം. അതായത് എങ്ങനെയായിരുന്നോ നമ്മൾ മുൻപ് ആക്സിഡന്റ് ഉണ്ടായിരുന്നത്, അതിനുശേഷം വരുന്ന വരവ് അതിന്റെ 10 ഇരട്ടി സ്ട്രോങ്ങിൽ നമ്മൾ തിരിച്ചു വരണം. അങ്ങനെയാണ് നമ്മൾ റിസൈലൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഒരിടത്ത് വീണാൽ പെട്ടെന്ന് എഴുന്നേറ്റ് വരിക. ആ വീണ കിടപ്പിൽ അങ്ങനെ വീണ, അയ്യോ ഞാൻ വീണ, ഇനി എനിക്ക് എന്നെ കൊണ്ട് എഴുന്നേൽക്കാൻ സാധിക്കത്തില്ല, ഞാൻ പോയി എന്നുള്ള ചിന്തയിൽ. ഇത് ശരിയാണ്. ഈ പറയുന്ന എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായ സമയത്ത്, റോഡിൽ ഞാൻ വീണ സമയത്ത് എനിക്ക് ആ ഫീലിംഗ് വന്നു, ഓ എന്നെ കൊണ്ട് ഇനി ഒന്നിനും വയ്യ, അവിടെ അങ്ങ് കിടന്നു. കാരണം കൈ ഷോൾഡറിൽ നിന്ന് വേർപെട്ടു. അത് ഞാൻ തിരിച്ചറിഞ്ഞ സമയത്ത്
ഞാൻ തീരുമാനിച്ചു ഇനി എഴുന്നേൽക്കണ്ട, എല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കുക. ഒരു വലിയൊരു വാഹനം ചീറി പഞ്ഞെടുത്തോണ്ടിരിക്കുക, എന്നെ പ്രതീക്ഷിച്ചടുത്തോണ്ടിരിക്കുക. ആ വാഹനം വരുമ്പോ ഞാൻ വിചാരിച്ചു ഇതെന്റെ തലയ്ക്ക് മുകളിലൂടെ ജീവിതം കൊണ്ട് അവസാനിക്കുകയാണ് അല്ലെ. അപ്പൊ പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ചെയ്യേണ്ടത് എന്താണ്? സർവശക്തി ഉപയോഗിച്ച് വേർപെടാത്തൊരു കൈയുണ്ടല്ലോ, ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് പെട്ടെന്ന് തിരിഞ്ഞ് മറിയുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് റിസൈലൻസ് ഉണ്ടാകണം, എന്റെ എല്ലാ ആക്ഷൻസും ഉണ്ടാകണം എന്ന് ഒരു നിർബന്ധമില്ല. ബിക്കോസ് നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫീലിങ്സ് ഇമോഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ആ തിരിച്ചു വരവ് ചിലപ്പോൾ നമ്മളെ ജീവിതത്തിൽ നിന്ന് തന്നെ, ആ ഒരു മരണത്തിൽ നിന്ന് തന്നെ നമ്മൾ രക്ഷപ്പെടുത്തിയേക്കാന്നുള്ളതാണ്. 1% ഉള്ളെങ്കിൽ പിടിച്ചു കയറണം നമ്മളത് എന്നുള്ളതാണ്. അതാണ് നമ്മുടെ റിസൈലൻസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ സൈക്കോളജിക്കൽ ഇമ്മ്യൂണിറ്റിയിലുള്ള ഒരു ഫാക്ടറാണ്. അടുത്തത് ഓപ്റ്റിമിസം. ഓപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് തോട്ട്സ്. ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് നമ്മൾ എപ്പോഴും ഒരു പെസിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുക. അതായത് അവിടെ ചിന്തിക്കുന്ന തോട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ ഒന്നും സ്ഥായി സ്വഭാവമില്ല, ഒരു പ്രോബ്ലംസും കോൺസ്റ്റന്റ് അല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയും, എല്ലാ പ്രോബ്ലവും തീർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോ ദിവസം കഴിയും തോറും അത് ചുരുങ്ങി ആ പ്രോബ്ലം സ്പേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതായത് പ്രോബ്ലം ഒറിജിനേറ്റ് ചെയ്തതിൽ നിന്നും ഗോളിലേക്കുള്ള ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് ഓരോ പ്രോബ്ലത്തിനും ഡിഫറെന്റ് ആയിരിക്കും. സോ ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യില്ല, നമ്മൾ കട്ട് ചെയ്യും. ഡിവൈഡ് ആൻഡ് കോൺകർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട് സൈക്കോളജിയിൽ അല്ലെ. കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ എനിക്ക് തോന്നുന്നു പ്രോബ്ലം സോൾവിംഗ് പറയുന്ന 4th യൂണിറ്റിൽ അത് പഠിക്കുന്നുണ്ട്. അപ്പൊ ഡിവൈഡ് ആൻഡ് കോൺകർ, കട്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യുക. പിന്നെ ബാക്ക്വേർഡ് സെർച്ചിങ്, ഞാൻ പഠിച്ചിട്ട് 4 വർഷം, എനിക്കിതൊക്കെ മറന്നിട്ടില്ല. പ്രശ്നങ്ങളെ പുറകിൽ നിന്ന് പരിഹരിച്ച് മുന്നോട്ട് വരിക, പിന്നെ മുന്നിൽ നിന്ന് പരിഹരിക്കുക, എന്നിട്ട് അവിടെ ഒരുമിപ്പിക്കുക, പെട്ടെന്ന് അങ്ങോട്ട് വരും അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞത് ചില പ്രോബ്ലംസ് നമ്മൾ പെട്ടെന്ന് പരിഹരിച്ചിട്ട് കാര്യമില്ല. എന്റെ ഒരു അഭിപ്രായമാണ്, ചില പ്രോബ്ലംസിന് കുറച്ച് സമയം കൊടുക്കുക. സമയം കൊണ്ടേ അത് ശരിയാവുള്ളൂ. ഒരു റോസ് മുട്ടായിട്ട് നിന്നു, എനിക്ക് ഇപ്പൊ ആ റോസപ്പൂ വിരിയണമെന്ന് വാശി പിടിക്കരുത്. അത് പതുക്കെ സൂര്യപ്രകാശവും കാറ്റിന്റെ സ്പർശനവും മഞ്ഞുതുള്ളികളുടെ ലാളനയൊക്കെ ആയിട്ട് അത് വിരിയട്ടെ. നമ്മൾ അതിനെ ഇങ്ങനെ നുള്ളിപ്പറക്കി വിരിയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മളിപ്പോ അറിയാം, ഒരു കുട്ടിനെ നമ്മൾ വിരിയിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബഡിനെ നമ്മളിങ്ങനെ വിരിയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ഭംഗി അതിന് കിട്ടില്ല. അത് അതിന്റെ സമയം എടുത്തിട്ട് തന്നെ വിരിയണം. ഇത് പറഞ്ഞ പോലെയാണ് പ്രശ്നങ്ങൾ സമയം എടുക്കുക. അതുവരെ നമ്മൾ എന്ത് ചെയ്യുക? വളരെ സൈലന്റ് ആയിട്ട് അതിനെ മൂർച്ഛിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് ഓപ്റ്റിമിസം. എന്താണ്? പ്രശ്നങ്ങൾ ഒരു സ്ഥിരമായ അവസ്ഥയിലല്ല, അത് ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്നുള്ളതാണ്. അത് പ്രോബ്ലം എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് സൈക്കോളജിയുടെ PA സിസ്റ്റത്തിൽ എന്തൊക്കെയുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ദ ലാസ്റ്റ് ടോപ്പിക്, സൈക്കോളജിക്കൽ ആന്റിബോഡീസ്. ഏതൊക്കെയാണ് സൈക്കോളജിക്കൽ ആന്റിബോഡീസ്? നമുക്ക് ജസ്റ്റ് നോക്കാം. നമ്മുടെ മുന്നിൽ 6 മിനിറ്റ് ആണുള്ളത്. സൈക്കോളജിക്കൽ ആന്റിബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കറിയാം നമ്മുടെ സൈക്കോളജിക്കൽ ആന്റിബയോട്ടിക്സ് എന്തൊക്കെയാ? നോർമലി കഴിക്കുന്ന ആന്റിബയോട്ടിക്സ് എന്തൊക്കെയാ? നിങ്ങൾ കഴിക്കുന്ന ഏതൊരു ആന്റിബയോട്ടിക്സിന്റെ പേര് പറഞ്ഞേ? അമോക്സിസിലിൻ, എറിത്രോമൈസിൻ, അസിത്രോമൈസിൻ, ഇങ്ങനെ കുറെ ടൈപ്പ്. വേറെ എന്തെങ്കിലും പറയാണ്ടോ? എനിക്ക് വേറെ ഒന്നും അറിയില്ല, എനിക്ക് 2 അറിയണം. ഓക്കെ, നമുക്ക് അറിയാമെന്ന് ആലോചിച്ചിരിക്കുക. എന്തായാലും വൈദ്യനിർദ്ദേശം ഇല്ലാണ്ട് ആന്റിബയോട്ടിക്സ് കഴിക്കരുത്. ആന്റിബയോട്ടിക്സ് റെസിസ്റ്റൻസ് ഉണ്ടാകും. അത് പിന്നീട് ആന്റിബയോട്ടിക്സ് കഴിച്ചാൽ ഏൽക്കാത്തൊരവസ്ഥയിലേക്ക് വരും. ഓക്കെ, അപ്പൊ ഡോക്ടർ തരുന്നത് കഴിക്കുമോ സാർ? അല്ലാതെ നമ്മൾ സ്വയം എടുക്കുന്നതല്ല. ഇപ്പം കോഫിനൊക്കെ ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ ഡോക്ടർ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന, ഇപ്പൊ എനിക്കാണെങ്കിൽ അമോക്സിസിലിനെ പിടിക്കൂ, എറിത്രോമൈസിന് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അത് ഡോക്ടറോട് പറഞ്ഞിട്ടാണ്, ഡോക്ടർ തന്നെയാണ് തരുന്നത്, അല്ല നമ്മൾ എടുക്കത്തില്ല. വെരി ഗുഡ്. അത് നമ്മൾ സ്ഥിരമായിട്ടൊരു ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാണ്. കാര്യം എന്താ വെച്ചാല് ഡോക്ടർക്ക് ആ ഹിസ്റ്ററി അറിയാൻ പറ്റും. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇയാൾ കഴിച്ച ആന്റിബയോട്ടിക്സ് ഇന്നതാണ്, അപ്പൊ ഇനി ആന്റിബയോട്ടിക്സ് ചേഞ്ച് ചെയ്ത് നെക്സ്റ്റ് ടൈം വേറെ ആന്റിബയോട്ടിക്സ് എഴുതണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ തവണ ഒരു ഡോക്ടറെ കാണാൻ പോയി, അയാൾ നമുക്ക് ആമോക്സിൻ ക്ലാവിക്കേറ്റ് നെക്സ്റ്റ് ടൈം പോയി ഇപ്പൊ ആ ഡോക്ടർക്ക് അറിയില്ല നിങ്ങൾ കഴിഞ്ഞ വർഷം എന്താ കഴിച്ചത്. അയാൾ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ആ സെയിം ആന്റിബയോട്ടിക്സ് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ആ ആന്റിബയോട്ടിക്സിനെതിരെയുള്ള ഒരു മെക്കാനിസം നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാകി അത് നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിലേക്ക് വരെ അത് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെയാണ് പഠനങ്ങൾ പറയുന്നത്. സോ ഒരേ ആന്റിബയോട്ടിക്സ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നത് നല്ലതല്ല. അപ്പൊ ആന്റിബയോട്ടിക്സ് ചേഞ്ച് ചെയ്യണം. അപ്പൊ അതെല്ലാം ഒരു ഡോക്ടറാണ് നിർദ്ദേശിക്കേണ്ടത്. അപ്പൊ ഞാൻ ആന്റിബയോട്ടിക്സ് ചുമ്മാ ചോദിച്ചത്, നമുക്ക് വിടാം. ജസ്റ്റ് ഇവിടെ എന്താണ് സൈക്കോളജിക്കൽ ആന്റിബയോട്ടിക്സ് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കണം. കാരണം ബിക്കോസ് നമ്മൾ സൈക്കോളജിസ്റ്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഇമ്പോർട്ടന്റ് ആണ്.
സോ ഇവിടുത്തെ ആന്റിബയോട്ടിക്സിന്റെ പേര് വളരെ രസകരമായിട്ടുള്ള പേരുകളാണ്. നിങ്ങൾ എല്ലാവരും സാറ് കേട്ടിട്ടുള്ള ഇത് പേര്. സാർ പറഞ്ഞത് സൈക്കോളജിക്കൽ ആന്റിബോഡീസ് അല്ലേ? ആന്റിബയോട്ടിക്സ് അല്ല, ആന്റിബോഡീസ്. കറക്റ്റ്. ആന്റിബോഡീസ്. ആന്റിബയോട്ടിക്സ് അല്ല, ആന്റിബോഡീസ്. ആന്റിബയോട്ടിക്സ് നമ്മുടെ ഡിഫറൻസ് എന്താ? ആന്റിബയോട്ടിക്സ് നമ്മൾ പുറമേ നിന്ന് വാങ്ങുന്ന ആന്റിബോഡീസ്, അതെ, നമ്മുടെ ആന്റിബോഡീസ് നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്നതാണ്, നമ്മളെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി. ഇമ്മ്യൂണിറ്റി. മറ്റേത് ഇതിനെ തകർക്കാനായിട്ടുള്ള ഒരു കെമിക്കൽ സംഭവം നമ്മൾ പുറത്തുനിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ഇട്ടു കൊടുക്കും. അത് ഈ വൈറസിന്റെ സോറി സെക്കൻഡറി ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ബാക്ടീരിയയുടെ എക്സ്റ്റേണൽ വോളിനെ തകർത്തിട്ട് അതിന് ജീവിക്കാനുള്ള സാധ്യതകളെ നശിപ്പിക്കുന്നു. അതാണ് ആന്റിബയോട്ടിക്സ് ചെയ്യുന്നത്. ആന്റിബോഡീസ് നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന ജീവനുള്ള ഘടകങ്ങൾ ഇതിനെ ആന്റിബയോട്ടിക്സ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യും, ആന്റിബയോട്ടിക്സ് കെമിക്കൽസ് ആണ്. അതാണ് അതിന്റെ ഡിഫറൻസ്. ഓക്കെ. അപ്പൊ മനസ്സിനെ സംരക്ഷിക്കുന്ന കുറച്ച് ആന്റിബോഡീസ് ഞാൻ പറയാം. ആന്റിബോഡീസ് നമ്മൾ കൃത്യമായിട്ട് വാങ്ങുന്നല്ല, പുറത്തുനിന്ന് നമ്മൾ ഉണ്ടാക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. സോ അത് ഫസ്റ്റ് വൺ ഈസ് പോസിറ്റീവ് തിങ്കിങ്. 10 ഞാൻ പറയുന്നത്. ഈ 10 ആന്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകണം. സെക്കൻഡ് വൺ ഈസ് സെൽഫ് എഫിക്കസി. തേർഡ് വൺ ഈസ് ഗോൾ ഓറിയന്റേഷൻ. അതായത് എല്ലാത്തിനകത്തും ലക്ഷ്യസ്ഥാനത്ത് എത്തണം എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്തെ പറ്റിയിട്ടുള്ള ഒരു, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ ലക്ഷ്യം ഇന്നതാണ് എന്നുള്ള ഒരു തോട്ട്. മറ്റൊന്ന് റിസൈലൻസ്, ഇമോഷണൽ കൺട്രോൾ, സോഷ്യൽ സപ്പോർട്ട്. തന്നിഷ്ടം കാണിച്ച് ഒന്നും ചെയ്യാതിരിക്കുക. സൊസൈറ്റിയിൽ ഒരു നോർമാലിറ്റി ഉണ്ട്, അതിന് നമ്മൾ മുന്നോട്ട് പോവുക. എന്നാണല്ലോ നോർമലും അബ്നോർമലും ഒക്കെ തീരുമാനിക്കുന്നത്. സോ സൊസൈറ്റിയുടെ ആക്ഷൻസിന് ഉതകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അപ്പോഴേ നമുക്ക് സോഷ്യൽ സപ്പോർട്ട് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഐസൊലേറ്റഡ് ആവും. സോ സെൻസ് ഓഫ് കൊഹറൻസ്. സെൻസ് ഓഫ് കൊഹറൻസ്. ഞാൻ ടൈം കുറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചുതരാം. നിങ്ങൾ ജസ്റ്റ് ഹെഡിങ് മാത്രമേ ചോദിച്ചാൽ മതി. പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, ചലഞ്ച് ഓറിയന്റേഷൻ. അപ്പൊ പോസിറ്റീവ് തിങ്കിങ്, സെൽഫ് എഫിക്കസി, ഗോൾ ഓറിയന്റേഷൻ, റിസൈലൻസ്, ഇമോഷണൽ കൺട്രോൾ, സോഷ്യൽ സപ്പോർട്ട്, സെൻസ് ഓഫ് കൊഹറൻസ്, problem solving ability and challenge of orientation. These are the major antibodies of our psychological immunity. Okay. ഇനി നമുക്ക് 2 minutes ഉണ്ട്. സൈക്കോളജിക്കൽ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്നതിനുള്ള കാരണങ്ങൾ എന്താ? എങ്ങനെയാണ് സൈക്കോളജിക്കൽ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്നത്? നമുക്ക് ഹെഡിങ് മാത്രം പറഞ്ഞു പോവാം. ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ഉറക്കക്കുറവ് ഒരു പ്രധാന മേജർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ നമുക്ക് മേജർ ആയിട്ടുണ്ടാകുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഇതിന്റെ, ഫോർ എക്സാമ്പിൾ നമ്മൾ തൈറോയ്ഡ് ഇഷ്യൂസുകൾ, തൈറോയിഡിലെ ഹോർമോണൽ ചേഞ്ചസ്, ഹൈപ്പർ തൈറോയിഡിസം പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രം. പിന്നെയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോർമോണൽ ചേഞ്ചസുകൾ നമുക്കിതിനെ സ്വാധീനിക്കുന്ന ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. സോ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഓൾസോ ഇൻഫ്ലുവൻസ് റെഡ്യൂസിങ് അവർ സൈക്കോളജിക്കൽ ഇമ്മ്യൂണിറ്റി. അത് ഏതൊക്കെയാണ്? അതിലൊന്ന് നെഗറ്റീവ് തിങ്കിങ് ഓർ നെഗറ്റീവ് തോട്ട് പാറ്റേൺ, മറ്റൊന്ന് ആങ്സൈറ്റി, പിന്നൊന്ന് ലോ സെൽഫ് എസ്റ്റീം, ക്രോണിക് സ്ട്രെസ് ഉണ്ട് കേട്ടോ, അക്യൂട്ട് സ്ട്രെസ് അല്ല, ക്രോണിക് സ്ട്രെസ്. നെക്സ്റ്റ് വൺ സോഷ്യൽ ഫാക്ടേഴ്സ്. എന്തൊക്കെയാണ് സോഷ്യൽ ഫാക്ടേഴ്സ് വരുന്നത്? ഫാമിലി പ്രോബ്ലംസ് എപ്പോഴും ഉണ്ടാവും. ഭാര്യ ഭർത്താവിനോട് മിണ്ടുന്നില്ല, ഭർത്താവ് ഭാര്യയോട് മിണ്ടുന്നില്ല, പ്രശ്നം. അപ്പൊ ഇത് കുറയും. നേരത്തെ പറഞ്ഞ ഇമ്മ്യൂണിറ്റി ഒക്കെ താഴേക്ക് പോകും. റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടില്ല, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്. അത് മാത്രമല്ല, അച്ഛനമ്മ, നമുക്ക് അമ്മോട് തോന്നുന്ന പ്രശ്നങ്ങൾ, അച്ഛനമ്മോട് തോന്നുന്ന പ്രശ്നം, ഫാമിലി ഇഷ്യൂസ് മൊത്തം. ഐസൊലേഷൻ, നമ്മളെ ഒരാളെ ഒറ്റപ്പെടുത്തി നിർത്തുക, വലിയൊരു വേദന ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒറ്റപ്പെടൽ. പിന്നെയുള്ളത് ആരുടെയും സപ്പോർട്ടില്ലായ്മ, അതായത് പിന്തുണ കുറവ്. അതായത് ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, നമുക്ക് ആരും ഒന്നുമില്ല. ചിലവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ സപ്പോർട്ട് മസ്റ്റ് ആണ്. സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർ തള്ളി മുന്നോട്ട് പോകും. ദാറ്റ് ഈസ് ദ സോഷ്യൽ ഫാക്ടേഴ്സ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്. ലാക്ക് ഓഫ് എക്സസൈസ്. എക്സസൈസ് കുറയുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഹാപ്പി ഹോർമോൺസിന്റെ അളവ്, നിരവധി ഹാപ്പി ഹോർമോൺസ് ഉണ്ട്. അഥവാ നമ്മൾ എന്ത് പറയുന്നു, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ അഭാവം നമുക്ക് ഹാപ്പിനെസ് കുറയ്ക്കുന്നുണ്ട്. സോ എക്സസൈസ് കുറയുന്നത് ഒരു പ്രശ്നമാണ്. പിന്നെയുള്ളത് നമ്മുടെ അൺഹെൽത്തി ഡയറ്റ് പാറ്റേൺസ്, അതായത് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ അളവിൽ കൂടുതൽ, ചില ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ നമ്മൾ വാരി വലിച്ച് കഴിക്കുന്നു, പ്രത്യേകിച്ച് ജങ്ക് ഫുഡ്സ്, ബേക്കറി ഫുഡ് ഐറ്റംസ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ്, നിങ്ങളൊക്കെ ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു, അധികമായ ഫോൺ ഉപയോഗം. അത് വലിയൊരു വിഷയമായിട്ടാണ് കാണുന്നത്. സോ ദാറ്റ് ഈസ് ദ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ടു റെഡ്യൂസ് ഇൻഫ്ലുവൻസ് ഇൻ ദ psychological immunity or psychological
ആന്റിബോഡീസ്. ഇനിയും കുറെ ഏരിയകൾ നമുക്ക് പറയാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതില് കോഗ്നിറ്റീവ് ഡിസ്ട്രോഷൻസ് വരുന്നുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കാറ്റസ്ട്രോഫിംഗ് ഉണ്ട്, ഓവർ ജനറലൈസേഷൻ ഉണ്ട്, അതുപോലെ തന്നെ മൈൻഡ് റീഡിങ്, പേഴ്സണലൈസേഷൻ, ഓൾ ഓർ നത്തിങ് തിങ്കിങ്. അങ്ങനെയുള്ള ഓൾ ഓർ നത്തിങ് തിങ്കിങ് എന്താണെന്നറിയല്ലോ? പെർഫെക്റ്റ് അല്ലെങ്കിൽ ഫെയിലിയർ. ഒന്നുകിൽ നല്ല രീതിയിൽ ചെയ്യണം അല്ലെങ്കിൽ പരാജയപ്പെടും. അതെങ്കിലും ഇടയിൽ നിൽക്കാൻ താല്പര്യപ്പെടാത്ത ഒരു ചിന്ത. അങ്ങനെയുള്ള തോട്ട് പാറ്റേൺസ്. പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം എന്റെ തെറ്റാണ്. മൈൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ എന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, അവൻ എന്നെ പിടിക്കുന്നില്ല എന്ന് തോന്നുന്നു, ഈ ചിന്ത. അവൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. ഓവർ ജനറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒരു തവണ തോറ്റു, ഞാൻ ഇനി എപ്പോഴും തോറ്റുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള സാമാന്യവൽക്കരണത്തിനെയാണ് നമ്മൾ ഓവർ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇതിനുള്ള കുറച്ച് മെത്തേഡ്സും കൂടെ ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് ജസ്റ്റ് ഞാൻ വേഗം പറഞ്ഞു പോവാം. ഫസ്റ്റ് വൺ ഈസ് ഡീപ് ബ്രീത്തിങ്. അതിൽ 4:4:6 മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. 4 സെക്കൻഡ് ശ്വാസം എടുക്കുക, 4 സെക്കൻഡ് പിടിക്കുക, 6 സെക്കൻഡ് കൊണ്ട് നമ്മൾ പുറത്തേക്ക് വിടുക. സോ ദാറ്റ് ഈസ് ദ ഡീപ് ബ്രീത്തിങ്. മറ്റൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസസ് ആണ്. അതായത് എല്ലാ ദിവസവും നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ഉറങ്ങുക, നന്ദി പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുക. 3 കാര്യങ്ങളെ പറ്റി നിങ്ങൾ നന്ദി പറയണം. നിങ്ങൾ ഇന്ന് ചെയ്ത 3 കാര്യങ്ങൾ 3 ആളുകൾക്ക് നിങ്ങൾ നന്ദി പറയുക. അതിന് പ്രാർത്ഥന എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം. അതിനെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ദാറ്റ് ഈസ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. സെൽഫ് കെയർ എന്ന് വെച്ചാൽ കുറെ കുട്ടിയിടുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നല്ല ഉറക്കം, നല്ല ഭക്ഷണം, നല്ല വ്യായാമം, നല്ല വിശ്രമം. ദാറ്റ് ഈസ് ദ 4 പില്ലേഴ്സ് ഓഫ് അവർ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ ഡിസ്കസ് ചെയ്യാം. സോ സോഷ്യൽ സപ്പോർട്ട്. വിഷമങ്ങൾ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതൊരു കൗൺസിലറിനോടോ അല്ലെങ്കിൽ മറ്റാളുകളോടോ നമ്മൾ അത് തുറന്നു പറയുക എന്ന് പറയുക. മറ്റൊന്ന് 3 to 5 minutes നമ്മൾ ചെയ്യേണ്ട പ്രാക്ടീസസ് ആണ്. നമ്മൾ കണ്ണുകൾ അടയ്ക്കാൻ പറയുക. അതിനുശേഷം നിങ്ങൾ ജീവിതത്തിൽ മറികടന്ന ഒരു പ്രശ്നത്തെ പറ്റിയിട്ട് അവിടെ ചിന്തിക്കാനായിട്ട് പറയും. ആ സാഹചര്യങ്ങൾ നമ്മളോട് ഓർക്കാനായിട്ട് അവരുടെ ക്ലയൻസിനോട് പറയുക. അതിനുശേഷം ചോദിക്കേണ്ട 3 ക്വസ്റ്റ്യങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾ സഹായിച്ചത് ആരെയാണ്? നിങ്ങളെ സഹായിച്ചത് ആരാണ്? ആ സമയത്ത് നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്തായിരുന്നു? നിങ്ങളുടെ ശക്തി എന്തായിരുന്നു? ആ ശക്തി നിങ്ങൾ ഇപ്പോഴും ആ ശക്തി കൊണ്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് ആ ശക്തി ഉപയോഗിക്കുന്നില്ല? സോ നിങ്ങൾ ആ ഒരു പരാജയം, അതാ നിങ്ങളുടെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഞാൻ ചോദിച്ചത്, നിങ്ങളൊരു പരാജയ കാര്യങ്ങൾ എന്തായിരുന്നു? ആ പരാജയ സമയത്ത് നിങ്ങൾ ഓവർകം ചെയ്ത ശക്തി ഏതായിരുന്നു? ആ ശക്തി ഇപ്പോഴും നിങ്ങളിൽ തന്നെ അന്തർലീനമായിട്ട് കിടപ്പുണ്ട് എന്നുള്ള ഒരു ചിന്ത. സോ ദാറ്റ് ഈസ് അവർ സെഷൻ. സൈക്കോളജിക്കൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് നമുക്ക് ആ ഒരു കാര്യത്തിനെ എതിർത്ത് നിന്ന് അല്ലെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്ത് നിന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി തരുന്ന ഒരു സോഴ്സുമായിട്ടാണ് സൈക്കോളജിക്കൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ലൈഫ് ഡസ് നോട്ട് ബിക്കെയിം ഈസിയർ, വി ബിക്കെയിം സ്ട്രോങ്ങർ. നമുക്ക് ലൈഫ് ഒരിക്കലും എളുപ്പമല്ല കേട്ടോ. ജീവിച്ച് തീർക്കുക എന്ന് പറയണതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. സോ നമ്മൾ ആ ഒരു ബുദ്ധിമുട്ടിട്ട സമയത്ത് അത് എത്രത്തോളം സിമ്പിളാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് നോക്കലാണ് ശരിക്കും ലൈഫ് എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായമായിട്ട് എനിക്ക് പറയാനുള്ളത് പേഴ്സണലായിട്ട്. ഓക്കെ, അപ്പോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം. നമ്മൾ ക്ലാസ് 9:34 അവസാനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെയും എനിക്ക് നല്ല പരിചയപ്പെടാൻ. ക്ലാസ് ആയിരുന്നു സർ. വളരെ നന്നായി. ഒരു ഹാപ്പി ഫീലിംഗ്, ഒരു ലൈവ്ലിനെസ് ഉണ്ടായിരുന്നു ക്ലാസ്സിന്. ആക്റ്റീവ് ആയിരുന്നു, ബോർ അടിച്ചില്ല. ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി ക്ലാസ് എടുക്കുന്നത്. സോ ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്തതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ഷമിക്കുക. കുറച്ചുകൂടെ ഫൈനായിട്ട് നോട്ടാക്കിയിട്ട് നിങ്ങൾക്ക് തരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, വെൽക്കം. മറ്റാരെങ്കിലും? Sir, it was a wonderful session. Thank you very much. പക്ഷെ ഒരു ഡൗട്ട് ഉണ്ട് സർ. അത് ലാസ്റ്റ് പറഞ്ഞില്ലേ, ഹൂ ഹെൽപ് യു ദാറ്റ് ടൈം, ഹൗ ഡിഡ് യു ഓവർകം ദാറ്റ് സിറ്റുവേഷൻ? അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് നമ്മളിപ്പോ ഒരു ക്ലയന്റിന്റെ അടുത്ത് വരുമ്പോഴേ നമ്മൾ ചോദിക്കുമല്ലോ, ഹൂ ഹെൽപ് യു ദാറ്റ് ടൈം. ഓക്കെ, ഫസ്റ്റ്. സെക്കൻഡ് എന്താണ് സാർ പറഞ്ഞത്? തേർഡ്, ഹൗ ഡിഡ് യു ഓവർകം ദാറ്റ് സിറ്റുവേഷൻ പറഞ്ഞായിരുന്നല്ലോ. അതായത് നമ്മൾ ക്ലയന്റിനോട് ചോദിക്കുന്നതാണോ പറഞ്ഞ 3 കാര്യങ്ങള്? അതായത് അവരോട് ചോദിക്കേണ്ട എന്താ വെച്ചാല്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുള്ള സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമില് നിങ്ങൾ ആരെങ്കിലും സഹായിച്ചിട്ടാണോ നിങ്ങൾ അതിന് രക്ഷപ്പെട്ടത്? അപ്പൊ അവര് പറയും, അല്ല, ഞാൻ തന്നെ അത് കഷ്ടപ്പെട്ട് ഞാൻ തന്നെ ചില കാര്യങ്ങൾ ചിന്തിച്ചു. ഓക്കെ, ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു സൈക്കിക് എനർജി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതാണ് നിങ്ങളെ സഹായിച്ചത്. അതായത് നമ്മൾ എപ്പോഴും രണ്ടാവും.
അത് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചു വെച്ചോളൂ. അതായത് ഞാനിപ്പോ എന്റെ വാച്ച് എന്ന് പറയുന്നത് അല്ലെ, എന്റെ കൈ എന്നാ പറയുന്നത്. സോ എന്റെ മനസ്സിനെ ഞാൻ എന്റെ മനസ്സെന്നാ പറയുന്നത്, ഞാൻ എന്ന മനസ്സ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ട്. സോ നമ്മളിൽ ഒരു ഡ്യുവാലിറ്റി ഉണ്ട് അല്ലെ. അപ്പൊ എപ്പോഴും നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മളെ സ്വാന്തരിപ്പിക്കാനും അതേസമയം നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരാൾ നമ്മുടെ ഉള്ളിലുണ്ട്. സോ ആ വ്യക്തി തന്നെയാണ് നമ്മളെ ഈ പ്രശ്നത്തിൽ നിന്ന് ഓവർകം ചെയ്യാൻ നമ്മളെ സഹായിച്ചത്. സോ നമ്മൾ ആ ഒരു അഗ്നിയെ നമ്മൾ കത്തിച്ചെടുക്കുക എന്ന് പറയാ, ആ ഒരു ശക്തി നിങ്ങളിലുണ്ട്, നിങ്ങളിൽ അന്തർലീനമാണ്. ഇത് തന്നെയാണ് ഹീലിംഗിൽ നടക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളെന്ന് പറയുന്ന ഓക്കെ. അല്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ കുറെ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് കണ്ടു, അതിനകത്തൊക്കെ ഇങ്ങനെ പറയുന്നു അവര് 2000-3000 ഒക്കെ കൊടുത്തിട്ടാണ് ഈ സെഷൻ എടുക്കുന്നത്. നമുക്ക് എടുക്കാന്നേ, ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമുക്കും ചെയ്യാം. നമ്മളിത് പഠിച്ചവരുണ്ട്, നമ്മളല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത് അല്ലെ. ഒന്നും പഠിക്കാത്തവരാണ് ഹീലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീൻസ് ഒന്നും പഠിക്കാത്തവർ മീൻസ് സെൻസ് അവർ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ സൈക്കോളജി ഇല്ല ഞാൻ നോക്കി. അപ്പൊ അവര് പറയുന്ന ഈ ഒരു ശക്തിയെ നമ്മൾ അവരെ തിരിച്ചറിയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, ഒരു സൈക്കോളജിസ്റ്റിന്റെ ലക്ഷ്യം. ഈ ശക്തി നിങ്ങളിൽ തന്നെ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ കൂട്ടുന്നതിനുള്ള കുറെ കാര്യങ്ങൾ ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞ ആന്റിബോഡീസ്. അതൊക്കെ നല്ലോണം നമ്മൾ പ്രവർത്തിപ്പിച്ച് കഴിയുമ്പോൾ ഈ തീ അങ്ങ് ആളിക്കത്തും. അതിനകത്ത് ഒഴിക്കുന്ന എണ്ണയാണ് എന്ത്, ഞാൻ നേരത്തെ പറഞ്ഞ 10 ഘടകങ്ങൾ. അത് കൂട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാൻ പറ്റും. അതല്ലാതെ ഒരു സൈക്കോളജിസ്റ്റിനും ഒരാളുടെ പ്രശ്നങ്ങളും തീർത്തു കൊടുക്കാൻ സാധിക്കില്ല. നമുക്ക് ജസ്റ്റ് നമ്മൾ അവരെ ജസ്റ്റ് ഈ വഴിയിലൂടെ ഒന്ന് പോയി നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ സാധിക്കുന്നു പറയാനല്ലാണ്ട് നമുക്ക് ആരും കൈപിടിച്ച് അവിടെ കൊണ്ട് നടത്തിക്കാനായിട്ട് അത് ശരിയാണ്. അതുകൊണ്ട് സന്തോഷിച്ച് പറയുന്നത് എന്താണ്, നിങ്ങള് ക്ലയന്റിനാണ് ഇമ്പോർട്ടൻസ്, സൈക്കോളജിസ്റ്റിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. സൈക്കോളജിസ്റ്റ് ജസ്റ്റ് എ ലിസണർ. നിങ്ങൾ എന്ത് പറയുന്നു അത് ആക്റ്റീവ് ലിസൺ ചെയ്യുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളല്ല പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കേണ്ടത്, അതിനല്ല നമ്മൾ എടുക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അതിനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്, നമ്മളല്ല. ഒന്നും ചെയ്യാൻ. അതെ. അപ്പൊ എല്ലാവർക്കും നോട്ട് അയച്ചു തരാം. എല്ലാവരെയും കണ്ടതിനും കണ്ടിട്ടില്ല കാണുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ എല്ലാവരും നമുക്ക് വീണ്ടും ഒരു അടുത്ത സെഷൻ, ഫ്രീ വെബിനാർ സെഷനിൽ നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ടും പങ്കെടുക്കണം. പുതിയ ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അവിടെ കാണാം. തീർച്ചയായിട്ടും നമുക്ക് ഒന്ന് മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓക്കെ സർ. സർ. താങ്ക് യു ഓക്കെ, സർ. താങ്ക് യു. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്.